ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. സോ നമ്മൾ ഇന്ന് തൊട്ട് RRB ഗ്രൂപ്പ് ഡി PYQs ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2025-26 ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഡിയിലെ PYQs ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സെഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സോ ഗ്രൂപ്പ് ഡിയിലെ എല്ലാ പ്രധാനപ്പെട്ട PYQസും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഒരുപാട് ചോദ്യങ്ങൾ NCERT അധിഷ്ഠിതമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൺസെപ്റ്റുകൾ ഒന്നുകൂടി അതിലേക്ക് ഉൾപ്പെടുത്തി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ സെല്ലിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും NCERT പോയിന്റുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് നെയിം ഈസ് ഗിവൺ ടു ദ ഫ്ലാറ്റ് സ്റ്റാക്ക്ഡ് സാക്സ് that make up the Golgi complex അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന സെൽ ഓർഗനലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗോൾഗി അപ്പാരറ്റസ് നിർമ്മിച്ചിരിക്കുന്ന പരന്നതും ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള സഞ്ചി പോലെയുള്ള ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അപ്പോൾ നമ്മളൊരു കോശം നോക്കിക്കഴിഞ്ഞാൽ കോശത്തിൽ ഒരുപാട് കോശാംഗങ്ങളുണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു വൈഫൈ ആകൃതിയിൽ ഇങ്ങനെ ഓരോ സഞ്ചികൾ പാരലലായിട്ട് സമാന്തരമായിട്ട് അടുക്കി വെച്ചതുപോലെ നമുക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഓരോ ഇൻഡിവിജ്വൽ സാക്കുകളെയും നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? സിസ്റ്റർനെ എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റർനെ. അപ്പോൾ ഇത് എക്സാമിന് എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. ഓർത്തു വെക്കാനായിട്ട് സിസ്റ്റർ ഗോൾഗി എന്ന് ഓർത്തു വെച്ചാൽ മതി. സിസ്റ്റർ ഗോൾഗി. ഗോൾഗി അമ്മായി, ഗോൾഗിമായ അമ്മായി എന്നൊക്കെ പറയുന്ന പോലെ ഗോൾഗി എന്നുള്ളത് ഒരു പേര് പോലെ ഓർത്തിരിക്കാം. പുള്ളിക്കാരി എന്താണ്? സിസ്റ്ററാണ്. സിസ്റ്റർ ഗോൾഗി. അപ്പൊ സിസ്റ്ററിലൂടെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം? സിസ്റ്റർനെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? സിസ്റ്റർനെ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. സിസ്റ്റർനെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഗ്രൂപ്പ് ഡി 2025 ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗോൾഗി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഗോൾഗി അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട NCERT പോയിന്റുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് പാക്കേജിംഗ് ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തിലെ വസ്തുക്കൾ പാക്ക് ചെയ്യാനും മറ്റു ഭാഗങ്ങളിലേക്ക് അയക്കാനുമുള്ള കേന്ദ്രങ്ങളായി ഇവ പ്രവർത്തിക്കുന്നു. അപ്പോൾ വസ്തുക്കളുടെ പാക്കേജിംഗ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, പാക്കേജിംഗ് കോശം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പാക്കേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക. അത് എന്തിനെ പറ്റി പറയുന്നതാണ്? ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ കോശത്തിന്റെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഭാഗം, പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ഭാഗം എന്താണ്? ഈ ഗോൾഗി അപ്പാരറ്റസ് ആണ്. പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ. കാര്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വസ്തുക്കളെ പാക്ക് ചെയ്യുന്ന ആരാണ്? പാക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള അഡ്രസ്സിലേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസുകളാണ്. അപ്പോൾ സെല്ലിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഇപ്പൊ പാക്കേജിങ് എന്നുള്ള വാക്കുണ്ടോ എന്ന് സൂക്ഷിക്കുക. ഓക്കെ, പാക്കേജിങ്, ഗോൾഗി അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ കോശത്തിന്റെ ഘടന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരന്നതും ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള സഞ്ചി പോലുള്ള ഭാഗങ്ങൾ കാണാം. ഇവ ചേർന്നാണ് ഗോൾഗി അപ്പാരറ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സഞ്ചി പോലെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റർനെ എന്ന് വിളിക്കുന്നത്. സിസ്റ്റർ ഗോൾഗി എന്ന് ഓർത്തു വെച്ചാൽ മതി. സിസ്റ്റർനെ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചുമതലകൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുകയും, മോഡിഫിക്കേഷൻ. അപ്പൊ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മോഡിഫിക്കേഷൻ. എന്തിന്റെ മോഡിഫിക്കേഷൻ? മോഡിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. കോശത്തിൽ ഉണ്ടാകുന്ന ലിപ്പിഡിന്റെയും പ്രോട്ടീനിന്റെയും മോഡിഫിക്കേഷൻ. അതിനെ പൊതിഞ്ഞ് ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ആര് സഹായിക്കും? ഗോൾഗി കോംപ്ലക്സ് ചെയ്യും. തരംതിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും സ്രവിക്കുന്നതിനും, അല്ലെങ്കിൽ ലൈസോസോം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കോശത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഓർഗനലാണ് ലൈസോസോം എന്ന് പറയുന്നത്. ലൈസോസോമിന്റെ രൂപീകരണത്തിന് പിന്നിൽ ആരുടെ കൈകളുണ്ട്? ഗോൾഗി കോംപ്ലക്സിന്റെ, ഗോൾഗി അപ്പാരറ്റസിന്റെ കൈകളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. NCERTയിലെ കറക്റ്റ് നമ്മുടെ 9ാം ക്ലാസ്സിലെ NCERTയിലെ പാരഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗോൾഗി അപ്പാരറ്റസ്, ദ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് സെന്റർ. ഈ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. NCERT വാക്കുകളാണ്. 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകളാണ്. ഇത് അപ്ഡേറ്റഡ് ആക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലാണ്, പുതിയ അപ്ഡേഷനിലുള്ള കാര്യങ്ങളാണ്. ദെൻ നോക്കിക്കഴിഞ്ഞാൽ ടുഗദർ ദീസ് സ്റ്റാക്സ്, ഇവിടെ നമുക്ക് കാണാം സ്റ്റാക്സ് ഓഫ് ഫ്ലാറ്റൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സിസ്റ്റർനെ എന്ന് വിളിക്കുന്നത്.
Together, these tags form the Golgi apparatus. It is functionally linked to endoplasmic reticulum, cell membrane and other cell organelle. ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്തുമായിട്ടൊക്കെ ലിങ്കിങ് വരുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ തന്നെ കോശത്തിന്റെ മെംബ്രെയിൻ, കോശസ്തരം, അതുപോലെ തന്നെ മറ്റു കോശാംഗങ്ങളുമായിട്ട് ഇയാൾക്ക് ലിങ്ക് വരുന്നുണ്ട്. ഗോൾഗി അപ്പാരറ്റസ് ആക്ട് ലൈക്ക് ദ സെൽസ് പോസ്റ്റ് ഓഫീസ്. അടുത്ത പോയിന്റ്, ഗോൾഗി അപ്പാരറ്റസ് ആണ് സെല്ലിന്റെ പോസ്റ്റ് ഓഫീസ്. ഇറ്റ് മോഡിഫൈ, സോർട്സ് ആൻഡ് പാക്കേജസ് വാട്ട് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ് into vesicles for transport secretion or lysosome formation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലൈസോസോമിന്റെ ഫോർമേഷന് ആര് സഹായിക്കുന്നുണ്ട്? ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഒരു ചോദ്യം അവർക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്യാം, ലൈസോസോമിന്റെ ഫോർമേഷന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? ഗോൾഗി അപ്പാരറ്റസ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു ടേബിളിലായിട്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പോലെ കൊടുത്തിട്ടുള്ള കാര്യമാണ് മീറ്റ് എ സയന്റിസ്റ്റിൽ. ദ ഗോൾഗി അപ്പാരറ്റസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ കാമില്ലോ ഗോൾഗി ഇൻ ദ ഇയർ 1898. 1898 വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1898 കാമില്ലോ ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആദ്യമായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തത്. ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് കാമില്ലോ ഗോൾഗിയുടെ പേരിൽ നിന്ന് ഗോൾഗി അപ്പാരറ്റസ് എന്നുള്ള പേരായിട്ട് ഇത് വന്നത്. ഗോൾഗി അപ്പാരറ്റസ്. സോ പ്രധാനപ്പെട്ട NCERT പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത് പുതിയ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. പഴയ ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ടെക്സ്റ്റിൽ ഗോൾഗി അപ്പാരറ്റസിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ ചിലപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് ഫിഗർ തന്നിട്ട് ഇത് ഏത് സെൽ ഓർഗനിലാണെന്ന് ചോദിക്കാം. ഫിഗർ ഓർത്ത് വെക്കുക. ഇതാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഫോം ചെയ്ത, പാക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന ഈ വസ്തുവിനെയാണ് നമ്മൾ വെസിക്കിൾസ് എന്ന് പറയുന്നത്, അല്ലെ? ഈ ഇൻഡിവിജ്വൽ സാക്ക് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിസ്റ്റർനെ എന്ന് പറയുന്നത്. സിസ്റ്റർനെ. സിസ്റ്റർനെ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങളെല്ലാം തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗോൾഗി apparatus first described by Camillo Golgi consists of a system of membrane bound vesicle arranged approximately parallel to each other in stacks called cisterns അല്ലെങ്കിൽ cisternae എന്ന് പറയും. These membranes have often connections with the membranes of endoplasmic reticulum, therefore constitute another portion of a complex cellular membrane system. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ വരുന്ന, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന സെൽ ഓർഗനിലാണ് ഏത്? ഈ പറഞ്ഞ ഗോൾഗി അപ്പാരറ്റസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെയായിട്ട് ആരുണ്ട്? ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. സോ ഫംഗ്ഷൻ ആയിട്ട് ദ മെറ്റീരിയൽ സിന്തസൈസ്ഡ് നിയർ ദ ER, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാക്കുന്ന വസ്തുവിനെ പാക്കേജ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നത് ആരാണ്? ലക്ഷ്യസ്ഥാനത്തേക്ക്, അഡ്രസ്സിലേക്ക് എത്തിക്കുന്ന ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, പാക്കേജിങ്. അപ്പൊ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ പാക്കേജിങ്. സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിങ് ഓഫ് പ്രോഡക്ട്സ് ഇൻ വെസിക്കിൾ. ഇൻ സം കേസസ്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഇൻ സം കേസസ് കോംപ്ലക്സ് ഷുഗർ മേ ബി മെയ്ഡ് ഫ്രം സിമ്പിൾ ഷുഗർ. സിമ്പിൾ ആയിട്ടുള്ള ഷുഗറിൽ നിന്ന് കോംപ്ലക്സ് ഷുഗറിലേക്ക് മാറ്റം വരുത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ ഗോൾഗി കോംപ്ലക്സ് സഹായിക്കുന്നുണ്ട്. ഇതൊരു എക്സാം പോയിന്റ് ആണ്. എക്സാമിനർക്ക് ചോദ്യമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ഷുഗർ കോംപ്ലക്സ് ഷുഗർ ആക്കി മാറ്റുന്നതിൽ ഗോൾഗി അപ്പാരറ്റസ് പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈസോസോമിന്റെ ഫോർമേഷനും ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? പാക്കേജിങ് ഓഫ് പ്രോഡക്റ്റ്, അല്ലെ? മോഡിഫിക്കേഷൻ, പാക്കേജിങ്, സ്റ്റോറിങ്, ട്രാൻസ്പോർട്ടിങ്, ഇതൊക്കെ ഗോൾഗി കോംപ്ലക്സ് ആണ്. സിമ്പിൾ ഷുഗറിൽ നിന്ന് കോംപ്ലക്സ് ഷുഗർ ഉണ്ടാക്കുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ലൈസോസോമിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഗോൾഗി കോംപ്ലക്സ് ആണ്. 1898 കാമില്ലോ ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. സോ പോയിന്റ്സ് എല്ലാം നമ്മൾ നോക്കി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ ഡിസ്പ്ലേഡ് ബൈ ഓൾ സെൽസ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ സെല്ല് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? NCERTയിലെ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഒരു കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ആ പാരഗ്രാഫിലേക്ക് പോവാം. ആ പാരഗ്രാഫ് പറയുന്നത് എങ്ങനെയാണ്? ഇഫ് വി സ്റ്റഡി എ സെൽ അണ്ടർ എ മൈക്രോസ്കോപ്പ് വി വുഡ് കം അക്രോസ് 3 ഫീച്ചേഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവറി സെൽ. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ ഒരു കോശം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോശങ്ങളിലും കാണുന്ന പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ്
NCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, പ്ലാസ്മ മെംബ്രെയിൻ. ഒരു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ബൗണ്ടറിയാണ്, ഈ ബൗണ്ടറിയാണ് ഒരു കോശത്തെ മറ്റൊരു കോശത്തിൽ നിന്നോ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നോ അയാളെ വേർതിരിക്കുന്നത്. ആ ബൗണ്ടറിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. പ്ലാസ്മ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നൊക്കെ വിളിക്കാം. കോശസ്തരം എന്ന് പറയും. ഇനി രണ്ടാമത്തത് എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം. ന്യൂക്ലിയസ്, കോശത്തിന്റെ ന്യൂക്ലിയസ്, കോശത്തിന്റെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന, കോശത്തിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന കോശമർമ്മം ന്യൂക്ലിയസ്. അതുപോലെ തന്നെ എന്താണ്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം 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 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയിൽ കാണുന്ന ജെല്ലി പോലെയുള്ള ദ്രാവകത്തെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാസം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ലിക്വിഡ് പോർഷൻ എന്നാണ്, ലിക്വിഡ്, ദ്രാവക രൂപത്തിലുള്ള. സൈറ്റോ എന്ന് പറഞ്ഞാൽ കോശവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സൈറ്റോ എന്നുള്ളത് പേരിന്റെ മുന്നിലായിട്ട് ചേർക്കും. സൈറ്റോളജി, കോശത്തെ പറ്റിയുള്ള പഠനമാണ്. സൈറ്റോ എന്ന് പറഞ്ഞാൽ കോശവുമായിട്ട് അനുബന്ധമായത്, കോശവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ 3 കാര്യങ്ങളാണ് എല്ലാ കോശങ്ങളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നതെന്ന് NCERT എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരം കാണാൻ പറ്റും. ന്യൂക്ലിയസ്, കോശമർമ്മം കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം, ഈ ദ്രാവക രൂപം സൈറ്റോപ്ലാസത്തെയും കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് അനുസൃതമായിട്ട് ഈ 3 കാര്യങ്ങൾ ഉണ്ടോ നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം. ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ആനിമൽ ടിഷ്യൂ കമ്പയർഡ് ടു പ്ലാന്റ് ടിഷ്യൂ? 2 ആളുകളെയാണ് കമ്പയർ ചെയ്യുന്നത്, ആനിമൽ ടിഷ്യൂ അതുപോലെ തന്നെ പ്ലാന്റ് ടിഷ്യൂ. അതുപോലെ തന്നെ സൊല്യൂഷൻ പറയുന്നുണ്ട്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ? അപ്പൊ 3 തരത്തിലുള്ള സൊല്യൂഷൻ നമുക്കുണ്ട് അല്ലെ. ഒന്ന്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഒന്നാമത്തെ സൊല്യൂഷൻ എന്താണ്? ഓക്കെ, ഒന്നാമത്തെ സൊല്യൂഷൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. രണ്ടാമത്തത് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്, ഐസോട്ടോണിക്. മൂന്നാമത്തത് ഹൈപ്പർടോണിക് എന്ന് പറയുന്ന സൊല്യൂഷനാണ്, ഹൈപ്പർടോണിക്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണെങ്കിൽ ഹൈപ്പോ എന്ന് പറയും. ഹൈപ്പോ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുറവ് എന്നാണ്. ഐസോ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്ടോണിക് എന്ന് പറയും. ഐസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെയിം എന്നാണ്. ഹൈപ്പർ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കൂടുതലാണ്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഒരു കോശത്തിനെ നമ്മൾ 3 തരത്തിലുള്ള സൊല്യൂഷനിലേക്ക് ഇടുമ്പോഴുള്ള ചേഞ്ചുകൾ NCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കോശമുണ്ട്. ആ കോശത്തിനെ ഞാൻ ഹൈപ്പോട്ടോണിക്കിലേക്കും ഐസോട്ടോണിക്കിലേക്കും അതുപോലെ തന്നെ ഹൈപ്പർടോണിക്കിലേക്കും ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഹൈപ്പോട്ടോണിക്കിലേക്ക് കോശം ഇട്ട് കഴിഞ്ഞാൽ പുറമെ എന്താണ്? ഈ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം സൊല്യൂട്ട് എന്ത് ചെയ്യും? ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറും. അതിന്റെ ഫലമായിട്ട് ഒരു വസ്തുവിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാസ്റ്റിക് സഞ്ചിയിലേക്ക് വെള്ളം ഇങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് സഞ്ചി വീർത്ത് വരുമല്ലോ. അതുപോലെ തന്നെ ഈ കോശം എന്ത് ചെയ്യും? വെള്ളം കയറുന്നതിനനുസരിച്ച് സെൽ എൻലാർജ് ആവും, വലിപ്പം വെക്കും, എൻലാർജ് ആവും. ഇതാണ് ഇവിടെയുള്ള എഫക്റ്റ്. ഹൈപ്പോ ആണെങ്കിൽ കോശത്തിന്റെ വലിപ്പം കൂടും, സെൽ സൈസ് ഇൻക്രീസസ്. ഐസോട്ടോണിക് ആണെങ്കിൽ സെല്ലിന്റെ സൈസിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതായത് പുറമേ ഈക്വലാണ്, അകത്തും ഈക്വലാണ്. അതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പുറമേ ഈക്വലാണ്, അകമേയും ഈക്വലാണ്. അപ്പൊ ഐസോയിൽ നോ ചേഞ്ച്, സെല്ലിന്റെ വലുപ്പത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല, നോ ചേഞ്ച് എന്നുള്ളതാണ്. ഹൈപ്പർ ആണെങ്കിൽ പുറമേ എന്താണ്? കോൺസെൻട്രേഷൻ അധികമാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകും, സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകും. നമ്മൾ ഉപ്പിലിട്ട വസ്തുക്കൾ വെക്കാറില്ലേ? അതായത് ഒരു മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് തന്നെ ചുളിയും, അതിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ചുളിഞ്ഞു പോകുന്നത്. അപ്പൊ സെല്ലിന്റെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകുന്നത് ഹൈപ്പറിലാണ്, വെള്ളം ഉള്ളിലേക്ക് വരുന്നത് ഹൈപ്പോയിലാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ.
അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരും അല്ലേ. വിയർപ്പ് ഒരു വെള്ളം എന്നുള്ള ഫോർമേഷൻ ലിക്വിഡ് ഫോമിലാണ്. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹൈപ്പർ ആണെങ്കിൽ വെള്ളം പുറമേക്ക്, ഹൈപ്പോ ആണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക്, ഐസോ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ സെല്ലിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടി 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 ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ, ആ കോശം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കോശങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ജന്തുകോശം, ആനിമൽ സെൽ. രണ്ടാമത്തത് എന്താണ്? പ്ലാന്റ് സെല്ലാണ്, പ്ലാന്റ് സെൽ. ആനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, പ്ലാന്റ് സെല്ലിന് അതിൻ്റെ ബൗണ്ടറിക്ക് പുറമേ ആയിട്ട് എന്തുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്. സെൽ വാൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സെൽ വാൾ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സൊല്യൂഷൻ ഉള്ളിലേക്ക് വന്നാലോ, അതിൽ ചേഞ്ച് വന്നാലോ എന്ത് സംഭവിക്കില്ല. ഇതിങ്ങനെ ഉള്ളിലേക്ക് വന്ന് സെല്ലിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഈ സെൽ വാൾ അതിനെ ഇത് പൊട്ടിപ്പോകുന്നതിൽ നിന്ന് അയാളെ സംരക്ഷിച്ചു നിർത്തും. പക്ഷേ ആനിമൽ സെല്ലിന് അങ്ങനെ ഒരു കാര്യമില്ല. ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ബ്രേക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഇവിടെയുള്ള മാറ്റം എന്നാണ് ചോദിക്കുന്നത്. ആനിമൽ സെൽ റെസിസ്റ്റ് സെല്ലിംഗ് ഡ്യൂ ടു റിജിഡ് വാൾ. ജന്തുകോശത്തിന് റിജിഡ് വാൾ ഉള്ളത് കൊണ്ട് റെസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ജന്തുകോശത്തിന് സെൽ വാളേ ഇല്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആനിമൽ സെൽ ഹാവ് തിക്കർ സെല്ലുലോസ് വാൾ. ആനിമൽ സെല്ലിന്റെ സെൽ വാൾ ഉണ്ട് എന്നാണ് ആവർത്തിക്കുന്നത്. തെറ്റാണ്. ആനിമൽ സെൽസ് ആർ മോർ ലൈക്ലി ടു ലൈസ്. ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് വിത്തൗട്ട് എൻ എക്സ്റ്റേണൽ വാൾ. ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആനിമൽ സെൽസ് ഷ്രിങ്ക് മോർ ദാൻ പ്ലാന്റ് സെൽ ഇൻ ഡൈല്യൂട്ട് മീഡിയ. അതായത് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ അതിലേക്ക് സെല്ലിലേക്കാണ് വെള്ളം വരിക, സെല്ലിലേക്കാണ് വെള്ളം കയറുക. അപ്പൊ ഷ്രിങ്ക് അല്ല ചെയ്യുക, വലുതാവുക ചെയ്യുക. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ കൺസെപ്റ്റുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഫിഗർ നോക്കുക, കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. NCERTയിലെ കാര്യങ്ങളും ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പ്രോസസ് ഒക്കറിംഗ് ഇൻ ദ ഗോൾഗി അപ്പാരറ്റസ് ഷോ ഇറ്റ്സ് റോൾ ഇൻ സിന്തസിസ്. ഗോൾഗി അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സ്വീകരിക്കാനാണ്. ഓപ്ഷൻ എ, സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഫ്രം റൈബോസോം. നമ്മൾ ഗോൾഗി കോംപ്ലക്സിന്റെ മുഴുവൻ ഫംഗ്ഷനും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ ഈ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കൺവേർഷൻ ഓഫ് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ്. പ്രോട്ടീനെ ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു, അതും പറയുന്നില്ല. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ത്രൂ ഓസ്മോസിസ്, അങ്ങനെ ഒരു കാര്യവും നമ്മൾ കണ്ടിട്ടില്ല. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ഷുഗർ ഫ്രം സിമ്പിൾ ഷുഗർ. സിമ്പിൾ ഷുഗറിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗറിലേക്ക് മാറ്റുന്ന ആരാണ്? ഗോൾഗി കോംപ്ലക്സ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ ഒന്നുകൂടി ആ ഒരു NCERT പാരഗ്രാഫ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇതാ ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷനെ പറ്റി NCERT കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻ സം കേസസ് കോംപ്ലക്സ് ഷുഗേഴ്സ് മേ ബി മെയ്ഡ് ഫ്രം സിമ്പിൾ ഷുഗേഴ്സ് ഇൻ ദ ഗോൾഗി അപ്പാരറ്റസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഇൻ യൂകാരിയോട്ടിക് കോശം. യൂകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് കോശത്തിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽ ഏതാണ്? മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽ ഏതാണ്? നമുക്ക് കോശത്തിലെ കോശാംഗങ്ങളെ മെംബ്രെയിനുകളുടെ എണ്ണത്തിനനുസരിച്ച് ലളിതമായിട്ടൊന്ന് തരംതിരിക്കാം. അപ്പം മെംബ്രെയിനുകളാണ് നമ്മൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മെംബ്രെയിൻ ഓക്കെ, ആവരണം. അപ്പോൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നത് 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ മാത്രമുള്ളവരാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ആവരണം. അത് ഏതൊക്കെ കോശാംഗങ്ങളാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആള് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രണ്ടാമത്തെ ആൾ ആരാന്നറിയോ? രണ്ടാമത്തെ ആള് ഗോൾഗി കോംപ്ലക്സ് ആണ്. മൂന്നാമത്തെ ആൾ ആരാണ്? ലൈസോസോം ആണ്. നാലാമത്തെ ആൾ ആരാണ്? വാക്യൂൾ എന്ന് പറയുന്ന ആളാണ്. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾ, എല്ലാവർക്കും ഒറ്റ മെംബ്രെയിൻ. ഇനി 2 മെംബ്രെയിൻ ഇരട്ടസ്ഥരമുള്ള VIP ആരൊക്കെ? ഒന്ന് നമ്മുടെ സ്വന്തം ന്യൂക്ലിയസ് ആണ്, രണ്ടാമത്തെ ആള് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയും, മൂന്നാമത്തെ ആള് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന കോശാംഗമാണ്.
അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും 2 പ്രൊട്ടക്ഷൻ ഉണ്ട്, 2 മെംബ്രെയിൻ ഉണ്ട്. ഇനി മെംബ്രെയിൻ ഒന്നും തന്നെ ഇല്ലാത്ത ആള്, സീറോ മെംബ്രെയിൻ, നോ മെംബ്രെയിൻ, മെംബ്രെയിൻ ഒന്നും തന്നെ ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് റൈബോസോം എന്ന് പറയുന്നത്, റൈബോസോം. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചാൽ മതി. ഒരു മെംബ്രെയിൻ ഉള്ളവ, 2 മെംബ്രെയിൻ ഉള്ളവ, മെംബ്രെയിനേ ഇല്ലാത്ത ആൾ ആരാണ്? റൈബോസോം. ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ കൂട്ടത്തിൽ മെംബ്രെയിൻ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ലൈസോസോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അയാൾക്ക് എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ എ അല്ല ഉത്തരം. വാക്യൂളിനും ഒരു മെംബ്രെയിൻ ഉണ്ട്, റൈബോസോമിന് മെംബ്രെയിനേ ഇല്ല. ഓപ്ഷൻ സി റൈബോസോം തന്നെയാണ് ഉത്തരം. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിഡ് വിഭാഗത്തിൽ പെടുന്ന ആളാണ്, കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡ് ആണ്. ഇയാൾക്ക് 2 മെംബ്രെയിൻ ആണുള്ളത്. അപ്പൊ മെംബ്രെയിൻ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതുമല്ല ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ, റൈബോസോം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തു. സോറി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ് സെൽ വാക്യൂൾ? പ്ലാന്റ് സെൽ വാക്യൂൾ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. വാക്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. വാക്യൂളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ പ്ലാന്റ് സെൽ വാക്യൂൾ? സസ്യകോശങ്ങളിലെ വാക്യൂൾ, ഫേനത്തിന്റെ ഉള്ളിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണാനായിട്ട് സാധിക്കും. ഈ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ NCERT പാരഗ്രാഫ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? വാക്യൂൾ ആർ സ്റ്റോറേജ് സാക്സ് ഫോർ സോളിഡ് ഓർ ലിക്വിഡ് കണ്ടന്റ്. ഈ ഫേനങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള കണ്ടന്റുകളുടെ സ്റ്റോറേജ് ഏരിയ ആണ്, സ്റ്റോറേജ് സാക്ക്. ഇതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്. അടുത്ത പോയിന്റ്, വാക്യൂൾ ആർ സ്മോൾ സൈസ്ഡ് ഇൻ ആനിമൽ സെൽ വൈൽ പ്ലാന്റ് സെൽ ഹാവ് വെരി ലാർജ് വാക്യൂൾ. അപ്പോൾ നമുക്ക് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും വാക്യൂളുകൾ കാണാൻ പറ്റും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആനിമൽ സെല്ലിൽ സൈസ് എന്താണ്? സൈസ് ഭയങ്കര കുറവാണ്, സൈസ് ലെസ് ആണ്. പക്ഷെ പ്ലാന്റ് സെല്ലിൽ എന്താണ്? സൈസ് വളരെ കൂടുതലാണ്, സൈസ് ലാർജ് ആണ്. ദ സെൻട്രൽ വാക്യൂൾ എങ്ങനെയാണ്? ഈ കോശത്തിന്റെ പ്ലാന്റ് സെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സെൻട്രൽ സെൻട്രലായിരിക്കും. മേ ഒക്യുപ്പൈ 50 to 90% ഓഫ് ദ സെൽ വോളിയം. ടോട്ടൽ സെൽ വോളിയത്തിന്റെ 50 മുതൽ 90% വരെ അയാൾക്ക് വേണമെങ്കിൽ ഏരിയ ഒക്യുപ്പൈ ചെയ്യാം. അത്രയ്ക്ക് അയാൾക്ക് ഏരിയ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. 50 മുതൽ 90% വരെ ഏരിയ അയാൾ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഓർത്ത് വെക്കുക? നമ്മൾ വാക്യൂൾ എന്നാണ് പേര് പറഞ്ഞത് അല്ലെ. വാക്യൂൾ ഇപ്പൊ റോമൻ ന്യൂമറൽ 5 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ഇപ്പൊ ഓപ്ഷനിൽ 50 മുതൽ 90% വരെ എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. വാക്യൂൾ 5. ഓക്കെ, അപ്പൊ പ്ലാന്റ് സെല്ലുകളിൽ വാക്യൂൾ ആർ ഫുൾ ഓഫ് സെൽ സാപ്പ്. വാക്യൂളിന്റെ ഉള്ളിലായിട്ട് സോളിഡ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ കമ്പോണന്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽ സാപ്പ് എന്ന് വിളിക്കും. ഇയാളാണ് ടർജിഡിറ്റി അതുപോലെ തന്നെ റിജിഡിറ്റി കൊടുക്കുന്നത്. കോശത്തിന് ഒരു ഉറപ്പ്, ടർജിഡിറ്റി കൊടുക്കുന്ന ആരാണ്? വാക്യൂൾ ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രൊവൈഡ് ടർജിഡിറ്റി. അപ്പൊ ആരാണ് പ്ലാന്റ് സെല്ലിന് ടർജിഡിറ്റിയും റിജിഡിറ്റിയും കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാക്യൂൾ ആണ്. അപ്പോൾ ഒരുപാട് വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്നതും വാക്യൂളാണ്. ദീസ് ഇൻക്ലൂഡ് അമിനോ ആസിഡ്, ഷുഗർ ആൻഡ് വേരിയസ് ഓർഗാനിക് ആസിഡ്. അമിനോ ആസിഡുകളും ഷുഗറും വേരിയസ് ആയിട്ടുള്ള ഓർഗാനിക് ആസിഡുകളും ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൽ സാപ്പിന്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ സെൽ സാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ലൈക്ക് അമീബ പോലെയുള്ള ഏകകോശ ജീവികളിൽ ഫുഡ് വാക്യൂൾ കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ഫോർ അമീബയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ അമീബയിലുള്ള വാക്യൂള് സ്റ്റോർ ചെയ്യുമെന്ന് NCERT പറയുന്നുണ്ട്. ഓക്കെ, ഇൻ സം ഓർഗാനിസം സ്പെഷ്യലൈസ്ഡ് വാക്യൂൾസ് ഓൾസോ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്സ്പെല്ലിംഗ് എക്സസ് വാട്ടർ ആൻഡ് സം വേസ്റ്റ് ഫ്രം സെൽ. ഇനി ചില ഓർഗാനിസങ്ങളിൽ ഈ പറഞ്ഞ വാക്യൂളുകൾ എന്ത് ചെയ്യും? ഒരു എക്സ്ക്രീറ്ററി ഓർഗനായിട്ട്, വിസർജന വസ്തു അല്ലെങ്കിൽ വിസർജനാവയമായിട്ട് പ്രവർത്തിക്കാനും ഈ വാക്യൂളുകൾ റെഡിയാണ് എന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു പാരഗ്രാഫിലെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഒക്കെ ആയി. നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് എ പ്ലാന്റ് സെൽ വാക്യൂൾ എന്നാണ്. പ്ലാന്റ് സെൽ വാക്യൂളിന്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താണ്? സെൽ സാപ്പ് അല്ലെ. സെൽ സാപ്പ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, സെൽ സാപ്പ്. ഓക്കെ, സെൽ സാപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Why are vesicles important in the functioning of the Golgi apparatus? Golgi apparatusum വെസിക്കിളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഈ വെസിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? വെസിക്കിൾ എന്ന് പറയുന്നത്
ഈ ഗോൾഗി അപ്പാറ്റസിന്റെ ജോലി എന്ന് പറയുന്ന വസ്തുക്കളെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ പാക്ക് ചെയ്ത് ചെറിയ ചെറിയ സഞ്ചികളായിട്ടാണ് ഇവർ പുറമേക്ക് വിടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെസിക്കിൾസ് എന്ന് പറയുന്നത്. വെസിക്കിൾ. ഇപ്പൊ വെസിക്കിളിന്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുക. They carry materials to and from the Golgi apparatus. ഗോൾഗി അപ്പാരറ്റസിൽ നിന്നും ഗോൾഗി അപ്പാരറ്റസിലേക്കും വസ്തുക്കളെ കൊണ്ടുപോകുന്ന എന്താണ്? ഈ പറഞ്ഞ വെസിക്കിൾസ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും മാച്ചിങ് ആയിട്ടല്ല വരുന്നത്. ദേ ജനറേറ്റ് എനർജി നീഡഡ് ഫോർ പാക്കേജിങ് ഇൻ ഗോൾഗി അപ്പാരറ്റസ്. അതൊക്കെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ദേ ക്യാരി മെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദ ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻ എ സെൽ വാരീസ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരാറുള്ളത്. പക്ഷേ ഇവിടെ തന്നെ ചില ഷിഫ്റ്റുകളിൽ +1 ചാപ്റ്ററിലെ പോയിന്റുകൾ, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ +1 ടെക്സ്റ്റിലെ ഒരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനിലെ പറ്റി പറയുന്നതാണ്. മൈറ്റോകോൺട്രിയയിൽ പറയുന്ന കാര്യം എന്താ നോക്കാം. മൈറ്റോകോൺട്രിയ, ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ പെർ സെൽ ഈസ് വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് സെൽ. ഒരു കോശം ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനനുസരിച്ചിട്ടാണ് മൈറ്റോകോൺട്രിയ അതിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു നോർമൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അധികം വർക്ക് ചെയ്യാത്ത, അധികം ജോലിയൊന്നും ഇല്ലാത്ത സെല്ലാണെങ്കിൽ അതിലധികം മൈറ്റോകോൺട്രിയ ഉണ്ടാവില്ല. കാര്യം മൈറ്റോകോൺട്രിയയുടെ ജോലി എന്ന് പറയുന്നത് ATP എന്ന് പറയുന്ന കെമിക്കലിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ATP ആണ് കോശത്തിലെ എല്ലാ എനർജി കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. എനർജി കറൻസി എന്ന് പറയും. അപ്പൊ അധികം ജോലിയൊന്നും ചെയ്യാത്ത മടിയനായിട്ടുള്ള കോശാംഗമാണെങ്കിൽ അയാൾക്ക് മൈറ്റോകോൺട്രിയയുടെ അധികം ആവശ്യം വരില്ല, ATPയുടെ അധികം ആവശ്യം വരില്ല. മൈറ്റോകോൺട്രിയ കുറവായിരിക്കും. എപ്പോഴും ചലിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ബീജകോശം എപ്പോഴും ആക്റ്റീവായിട്ട് ചലിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിലുള്ള മൈറ്റോകോൺട്രിയൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ഏത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ആണോ ആ കോശം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ കോശത്തിലെ മൈറ്റോകോൺട്രിയയുടെ എണ്ണമുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻ എ സെൽ വാരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ സെൽ. കോശത്തിന്റെ പ്രവർത്തനം ഏതാണ് എന്നതിനനുസരിച്ചിരിക്കും അതിലെ മൈറ്റോകോൺട്രിയയുടെ എണ്ണം. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് 3ാമത്തെ ചോദ്യമാണ്. ഗോൾഗി കോംപ്ലക്സുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന 3ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് മോഡിഫൈസ് ആൻഡ് പാക്കേജസ് പ്രോട്ടീൻസ് റിസീവ്ഡ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗോൾഗി കോംപ്ലക്സിന്റെ ജോലി. ഇപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, ഇറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്രീറ്റ് മെറ്റീരിയൽസ് ഔട്ട്സൈഡ് ദ സെൽ. ഓക്കെ, അത് കറക്റ്റ് ആണ്. അത് വെസിക്കിളിന്റെ രൂപത്തിൽ വസ്തുക്കളെ ട്രാൻസ്പോർട്ട് എന്നുള്ള വാചകം നോക്കുക. ഇറ്റ് ഫോം ലൈസോസോം ദാറ്റ് ഹെൽപ്പ് ഇൻ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. നമ്മൾ പറഞ്ഞാണ് ലൈസോസോമിന്റെ ഫോർമേഷൻ അത് സഹായിക്കും. ശരിയാണ്. ഇറ്റ് പെർമിറ്റ് എൻട്രീസ് ആൻഡ് എക്സിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദ സെൽ. കോശത്തിനകത്തേക്കും പുറത്തേക്കും വസ്തുക്കളെ കടത്തിവിടാനുള്ള കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. അത് തെറ്റാണ്. അത് ചെയ്യുന്നത് ആരാണ്? കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ബൗണ്ടറി ആയിട്ടുള്ള ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരമാണ്. പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെല്ലിന്റെ ഉള്ളിലേക്കും പുറമേക്കുമുള്ള വസ്തുക്കളുടെ ആ ഒരു സഞ്ചാരത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഇറ്റ് പെർമിറ്റ് എൻട്രീസ് ആൻഡ് എക്സിറ്റ്സ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദ സെൽ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ തെറ്റായിട്ടുള്ള ഉത്തരം. ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം. സൈറ്റോപ്ലാസം ഈസ് മെയ്ഡ് ഓഫ് എൻ അക്വസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് കോൾഡ് ആസ്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അത് ഒരു ജെല്ലി പോലെയുള്ള രൂപമാണ്. ആ ജെല്ലിയിലാണ് കോശാംഗങ്ങളെല്ലാം ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ മേലെയാണ് ഈ കോശാംഗങ്ങൾ കിടക്കുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ ഈ അക്വസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്നത് സൈറ്റോസോൾ എന്നാണ്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. സൈറ്റോപ്ലാസം, സൈറ്റോസോൾ. ഓപ്ഷൻ സി. സൈറ്റോപ്ലാസം, സൈറ്റോസോൾ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ഓഫ് ഒനിയൻ പീൽ സെൽ.
ഈ ഉള്ളിയിലെ തൊലിയിലെ സെല്ലുകളുടെ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. എന്താണ്? ഓൾ ഒനിയൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ സ്മോൾ സ്ട്രക്ചർ കോൾഡ് സെൽ. അതെ, ശരിയല്ലേ? ദെൻ ഒനിയൻ ബൾബ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് സെൽ ടൈപ്സ് ഫോർ ഡിഫറെന്റ് ഫംഗ്ഷൻ. ഈച്ച് ഒനിയൻ പീൽ കണ്ടെയ്ൻസ് സെൽസ് ഓഫ് ഡിഫറെന്റ് കമ്പോസിഷൻ. The size of the onion decide the shape of its individual cell. ഓക്കെ, സവാളത്തൊലിയുടെ സൂക്ഷ്മദർശിനിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കൺക്ലൂഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഓൾ ഒനിയൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ സ്മോൾ സ്ട്രക്ചേഴ്സ് കോൾഡ് സെൽ. എല്ലാതരം ഉള്ളികളും ഉണ്ടാക്കിയിരിക്കുന്നത് സിമിലർ ആയിട്ടുള്ള സ്മോൾ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ്, അല്ലെ? അതിനെയല്ലേ നമ്മൾ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ, all onions are made up of similar small structures called cell എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Then അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാക്യൂൾ, ഫാനങ്ങളെ ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ എ, വാക്യൂൾ ഇൻ പ്ലാന്റ് സെൽസ് ആർ ഫിൽഡ് വിത്ത് സെൽ സാപ്പ്. നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചു, അല്ലെ? വിച്ച് ഹെൽപ്സ് പ്രൊവൈഡ് ടർജിഡിറ്റി ആൻഡ് റിജിഡിറ്റി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വാക്യൂൾ സ്റ്റോർ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ് സച്ച് ആസ് അമിനോ ആസിഡ്, ഷുഗർ ആൻഡ് ഓർഗാനിക് ആസിഡ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്ലാന്റ് സെൽ യൂഷ്വലി ഹാവ് എ ലാർജ് സെൻട്രൽ വാക്യൂൾ. 50 മുതൽ 90% വരെ വോളിയമുള്ള ലാർജ് വാക്യൂൾ ആയിരിക്കും. വാക്യൂൾ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ആര് സഹായിക്കില്ല? വാക്യൂൾ സഹായിക്കില്ല. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത് ആരാണ്? റൈബോസോം എന്ന് പറയുന്ന ആളാണ്. ആ പ്രോട്ടീനുകളെയും അമിനോ ആസിഡുകളെയും ആര് സ്റ്റോർ ചെയ്യും? വാക്യൂൾ സ്റ്റോർ ചെയ്യും. പക്ഷെ സിന്തസിസ് ആര് ചെയ്യില്ല? വാക്യൂൾ ചെയ്യില്ല. അത് ചെയ്യുന്ന ആരാണ്? റൈബോസോം ആണ്. റൈബോസോം. ഓപ്ഷൻ ഡി. അപ്പൊ ഇൻകറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇൻ എ ലാബ് എ സ്റ്റുഡന്റ് സീസ് എ ലാർജ് ട്രാൻസ്പാരന്റ് സാക്ക് ഫില്ലിംഗ് മോസ്റ്റ് ഓഫ് പ്ലാന്റ് സെൽ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ സെൽസ് വോളിയം ഡസ് വാക്യൂൾ ഓക്യുപ്പൈ? NCERT ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വാക്യൂൾ വി, അല്ലെ? 5 15 എന്ന് ഓർക്കരുത്, വലിയ ശതമാനമാണ്. അപ്പൊ 50 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 50 മുതൽ 90% വരെ. 50 മുതൽ 90% വരെ. പകുതിയിലധികം എന്ന് ഓർത്തു വെച്ചാലും മതിയാവും. 50 മുതൽ 90% വരെയാണ് അയാൾ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ സ്റ്റോർ സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ ഗ്രാന്യൂൾ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം പ്ലാസ്റ്റിഡുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പ്ലാസ്റ്റിഡുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെംബ്രെയിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 മെംബ്രെയിനുള്ള ഒരു കോശാംഗമാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. 2 മെംബ്രെയിനുള്ള കോശാംഗമാണ് പ്ലാസ്റ്റിഡ്. ഓക്കെ, 2 മെംബ്രെയിനുള്ള കോശാംഗമാണ് പ്ലാസ്റ്റിഡ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇവരെ നമുക്ക് ജന്തുകോശത്തിൽ കാണാൻ പറ്റില്ല. എവിടെ കാണാൻ പറ്റും? പ്ലാന്റ് സെല്ലിലാണ് കാണാൻ പറ്റുന്നത്. സസ്യകോശത്തിൽ പ്ലാന്റ് സെൽ, പ്ലാസ്റ്റിഡ്, അങ്ങനെ കണക്ട് ചെയ്യുക. പ്ലാന്റ് സെല്ലിലാണ് പ്ലാസ്റ്റിഡ് കാണാൻ പറ്റുക. 2 തരത്തിലുള്ള പ്ലാസ്റ്റിഡ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയും. ഒന്ന് കളറുള്ള പ്ലാസ്റ്റിഡ്, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. ക്രോമോ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കളർ എന്നാണ്. ക്രോമോ. അപ്പോൾ ചെടിയുടെ പഴങ്ങൾക്കും ഇലകൾക്കൊക്കെ വ്യത്യസ്ത നിറം കൊടുക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ല്യൂക്കോ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കളർലെസ് എന്നാണ്, കളർ ഇല്ലാത്തത്. അപ്പൊ കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റിന്റെ ജോലി കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ല്യൂക്കോപ്ലാസ്റ്റിന്റെ ജോലി എന്തായിരിക്കും? സ്റ്റോറേജ് ഓഫ് വാട്ട്? സ്റ്റോറേജ് ഓഫ് ഓയിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാർച്ചിനെ, അന്നജത്തിനെ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീനിനെ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയുള്ള വസ്തുക്കളെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ല്യൂക്കോപ്ലാസ്റ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ക്രോമോപ്ലാസ്റ്റ് എന്താ ചെയ്യുക? കളർ കൊടുക്കുക എന്നുള്ള ധർമ്മമാണ് ചെയ്യുന്നത്. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ സ്റ്റോർ സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ ഗ്രാന്യൂൾ? ഏത് തരം പ്ലാസ്റ്റിഡ് ആണ്? കൃത്യമായിട്ട് പറയുന്നുണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഓപ്ഷൻ ബി. എല്ലാ പ്ലാസ്റ്റിഡുകളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിഡുകൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്. ക്രോമോപ്ലാസ്റ്റിന്റെ ഒരു വിഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ല്യൂക്കോപ്ലാസ്റ്റ് ആണ് വസ്തുക്കളെ സ്റ്റോർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ? ഓക്കെ, ഈ ചോദ്യത്തിന്റെ
NCERT പാരഗ്രാഫ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിന് ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള പ്ലാസ്റ്റിഡ് ഉപയോഗിക്കും. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ മഞ്ഞയും ഓറഞ്ച് കളറുള്ള പിഗ്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ക്ലോറോഫിൽ അല്ലാതെ, ക്ലോറോഫിൽ പച്ച നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് ആർ പ്രൈമർലി ഓർഗനൽസ് ഇൻ വിച്ച് മെറ്റീരിയൽസ് സച്ച് ആസ് സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ ഗ്രാന്യൂൾസ് ആർ സ്റ്റോർഡ്. അപ്പം നമ്മളെ ചോദ്യത്തിന് ആധാരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ല്യൂക്കോപ്ലാസ്റ്റ്. ഇവിടെ ല്യൂക്കോപ്ലാസ്റ്റ് ആർ പ്രൈമർലി ഓർഗനൽസ് ഇൻ വിച്ച് മെറ്റീരിയൽസ് സച്ച് ആസ് സ്റ്റാർച്ച്, ഓയിൽസ് ആൻഡ് പ്രോട്ടീൻ ഗ്രാന്യൂൾസ് ആർ സ്റ്റോർഡ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെൽ ഓർഗനൽ? കൂട്ടത്തിൽ കോശാംഗം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റാത്ത ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു കോശാംഗമാണ്. മൈറ്റോകോൺട്രിയ ഒരു കോശാംഗമാണ്. ഗോൾഗി അപ്പാരറ്റസ് ഒരു കോശാംഗമാണ്. സൈറ്റോപ്ലാസം ഒരു കോശാംഗമല്ല, മറിച്ച് ഒരു ഗ്രൗണ്ട് മെറ്റീരിയൽ ആണെന്ന് പറയാം. ഗ്രൗണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ കോശാംഗങ്ങളൊക്കെ സെല്ലിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ബേസ് മെറ്റീരിയൽ ആണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഓപ്ഷൻ ഡി. അതൊരു കോശാംഗമല്ല, ഈ കോശാംഗങ്ങളെയൊക്കെ അവിടെ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ബേസ്മെന്റ് മെറ്റീരിയൽ ആണ് സൈറ്റോപ്ലാസം, കോശദ്രവ്യം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ മൈറ്റോകോൺട്രിയ ഇൻ എ പ്ലാന്റ് സെൽ? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്, നമുക്കൊന്ന് മൈറ്റോകോൺട്രിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം. മൈറ്റോകോൺട്രിയ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? മൈറ്റോകോൺട്രിയയെ പറ്റിയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രിയയുടെ ആദ്യത്തെ പ്രോപ്പർട്ടി, ഇയാളൊരു VIP ആണ്. അതുകൊണ്ട് തന്നെ 2 മെംബ്രെയിനുകൾ വെച്ചാണ് ഇയാളെ കവർ ചെയ്തിരിക്കുന്നത്. 2 മെംബ്രെയിനുകൾ. ഓക്കെ, ഇതൊന്നാമത്തെ പോയിന്റ്. പ്ലാസ്റ്റിഡ് പോലെ തന്നെ 2 മെംബ്രെയിനുകൾ മൈറ്റോകോൺട്രിയക്ക് ഉണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ATP ഉണ്ടാക്കുക എന്നുള്ളതാണ്. ATP സിന്തസിസ് ആണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് തന്നെ ഇയാളെ വിശേഷിപ്പിക്കുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് ഇയാളെ നമ്മൾ വിശേഷിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മൈറ്റോകോൺട്രിയ കുറച്ച് സ്പെഷ്യലാണ്. ഇയാൾക്ക് പ്ലാസ്റ്റിഡുകൾ പോലെ തന്നെ പ്ലാസ്റ്റിഡുകൾക്ക് സ്വന്തമായിട്ട് DNA-യും റൈബോസോമുകളെയും കാണാൻ പറ്റുക. സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു ഫീച്ചറാണ്. അങ്ങനെ സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ DNA-യും റൈബോസോമും ഉണ്ട്. They have their own DNA and ribosome. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. മൈറ്റോകോൺട്രിയ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ DNA. മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഇല്ല എന്നാണ് പറയുന്നത്. മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൈറ്റോകോൺട്രിയ പെർഫോം ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആരാണ്? അത് പ്ലാന്റ് സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡിലാണ് ഈ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിലല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൈറ്റോകോൺട്രിയ ഹാസ് സിംഗിൾ മെംബ്രെയിൻ കവറിംഗ് അല്ല, 2 മെംബ്രെയിൻ കവറിംഗ് ആണ്. ഇതും തെറ്റാണ്. ദ മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ്. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രെയിൻ ഉണ്ട്. അതിലെ ഉള്ളിലുള്ള മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് ഫോൾഡിങ്സ്, ഉള്ളിലേക്ക് കുറെ മടക്കുകളുള്ള ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, ചിത്രം അത്ര ആക്യുറേറ്റ് അല്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് മടക്കുകളുണ്ട്. ATP കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യാനാണ് ഈ മടക്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് മൈറ്റോകോൺട്രിയ ആയിട്ട് ബന്ധപ്പെട്ട് NCERT പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. മൈറ്റോകോൺട്രിയയുടെ ഫിഗർ NCERT കൊടുത്തിട്ടുണ്ട്. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രെയിൻ, പുറമേ ഒരു മെംബ്രെയിൻ, ഉള്ളിലൊരു മെംബ്രെയിൻ. ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്വന്തമായിട്ട് റൈബോസോമും DNA-യും മൈറ്റോകോൺട്രിയക്ക് കാണാൻ പറ്റും. ഈ 2 മെംബ്രെയിൻ്റെ ഇടയിലായിട്ട് ഒരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി മൈറ്റോകോൺട്രിയ ആയിട്ട് ബന്ധപ്പെട്ട് NCERT പറയുന്ന ബേസിക് സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈറ്റോകോൺട്രിയ ആർ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. പവർ ഹൗസ് എന്ന് വിളിക്കും. കാരണം എന്താണ്? അയാൾ ATP ഉണ്ടാക്കുന്നുണ്ട്. 2 മെംബ്രെയിൻ ഉണ്ട്, 2 മെംബ്രെയിൻ കവറിങ്. ഔട്ടർ മെംബ്രെയിൻ ഈസ് പോറസ്. ഔട്ടർ മെംബ്രെയിനിൽ ഒരുപാട് സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങൾ അടങ്ങിയിട്ടുള്ള ഔട്ടർ മെംബ്രെയിൻ, ഒരുപാട് സുഷിരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പോറസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളാൽ നിർമ്മിതമാണ്. സുഷിരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്നർ മെംബ്രെയിൻ എന്താണ്? ഒരുപാട് മടക്കുകൾ കാണാൻ പറ്റും. ദീസ് ഫോൾഡ് ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ATP ജനറേറ്റിംഗ് റിയാക്ഷൻ. ATP കൂടുതൽ ഉണ്ടാക്കാനാണ് ഈ ഒരു ഇന്നർ ഫോൾഡിങ്സ് സഹായിക്കുന്നത്.
ദെൻ ATPയുടെ ഫുൾ ഫോം പറയുന്നുണ്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ATPയെ വിളിക്കുന്നത് എന്താണ്? എനർജി കറൻസി എന്നാണ്. എനർജി കറൻസി. മൈറ്റോകോൺട്രിയ ആർ സ്ട്രേഞ്ച് ഓർഗനൽ. അവരെ നമ്മൾ സ്ട്രേഞ്ച് ഓർഗനൽ എന്ന് വിളിക്കും. കാരണം എന്താ? അവർക്ക് അവരുടേതായിട്ടുള്ള DNA-യും റൈബോസും ഉണ്ട്. അത് വലിയ ഫീച്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രേഞ്ച് ഓർഗനൽ എന്ന് വിളിക്കുന്നത്. Therefore, mitochondria are able to make some of their own protein. അവർക്ക് സ്വന്തമായിട്ട് പ്രോട്ടീനെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം നോക്കാം. ദ ഡെൻസ് സ്ട്രക്ചർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദാറ്റ് പ്രൊഡ്യൂസ് റൈബോസോം ഈസ് കോൾഡ്. നമ്മൾ ഇങ്ങനെ ന്യൂക്ലിയസ്, കോശത്തിന്റെ മർമ്മം മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കോശത്തിന്റെ മർമ്മത്തിന്റെ അകത്ത് മറ്റൊരു സ്പിറിക്കൽ ഷേപ്പുള്ള ഒരു കട്ടിയുള്ള ഒരു വസ്തു കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇയാൾ എന്തിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും? റൈബോസോമുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സ്ഥലമാണ്. ഇയാളെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പം NCERT +1 ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ പാരഗ്രാഫാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ ന്യൂക്ലിയോലി ആർ സ്പെറിക്കൽ സ്ട്രക്ചേഴ്സ്. സ്പെറിക്കൽ ആകൃതിയിലുള്ള സ്ട്രക്ചറാണ്. ദ കണ്ടന്റ് ഓഫ് nucleolus is continuous with the rest of nucleoplasm. It is a site for active ribosomal RNA synthesis. Okay, റൈബോസോമുകളെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഭാഗമായിട്ടുള്ള ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോലസ് എന്തിനു സഹായിക്കും? റൈബോസോമിന്റെ നിർമ്മാണത്തിന് സഹായിക്കും. ഓപ്ഷൻ എ, ന്യൂക്ലിയോലസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ഓക്കെ, അവിടെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മറ്റേത് എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇങ്ങനെ വിളിക്കാൻ കാരണം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ സർഫസ് സെൽ ഉപരിതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ റഫ് എന്ന് വിളിക്കുന്നത്. സ്മൂത്തിൽ എന്തില്ല? റൈബോസോം ഇല്ല. റൈബോസോം ഉള്ളത് കൊണ്ട് തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കും. പ്രോട്ടീൻ സിന്തസിസ് ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലി. പക്ഷെ റൈബോസോം ഇല്ലാത്തത് കൊണ്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ ഉണ്ടാക്കില്ല? പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കില്ല. എന്ന് വെച്ചാൽ അയാൾ ഒന്നും ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അയാൾ എന്തിനാ ഉണ്ടാക്കുക? ലിപ്പിഡുകളെയാണ് ഉണ്ടാക്കുക. കൊഴുപ്പ് മോളിക്യൂൾസിനെ, ലിപ്പിഡ് സിന്തസിസിന് ആര് സഹായിക്കും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് ബേസിക് ഇൻഫർമേഷൻ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിനെയാണ് SCR എന്ന് വിളിക്കുന്നത്. ഹെൽപ്പ് ഇൻ മാനുഫാക്ചർ ഓഫ് ഫാറ്റ് മോളിക്യൂൾ ഓർ ലിപ്പിഡ്, കൊഴുപ്പിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നവരാണ്. ഓക്കെ, യെസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനാണ് സഹായിക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ്. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആരുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു? മാനുഫാക്ചർ ഓഫ് ലിപ്പിഡ്സ്. ഓപ്ഷൻ ബി, ലിപ്പിഡുകളുടെ നിർമ്മാണം. മാനുഫാക്ചർ ഓഫ് ലിപ്പിഡുകളുടെ നിർമ്മാണം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ കോസസ് വാട്ടർ ടു മൂവ് ഔട്ട് ഓഫ് എ സെൽ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ മേക്കിംഗ് സെൽ ഷ്രിങ്ക്? പെട്ടെന്ന് ഓർത്താൽ മതി, ഒരു സെല്ലിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്ന തരത്തിലുള്ള സൊല്യൂഷൻ ഏതാണ്? ഞാൻ പറഞ്ഞു, ഹൈപ്പർ ആയിട്ടുള്ള കുട്ടിയിൽ നിന്ന് എപ്പോഴും വിയർപ്പ് വന്നുകൊണ്ടിരിക്കും, വെള്ളം പുറമേക്ക് വരും. അപ്പം അങ്ങനെ ഓർത്താൽ മതി, ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഓപ്ഷൻ ബി, ഹൈപ്പർടോണിക് സൊല്യൂഷൻ. Which of the following cell organelle is present only in animal cell but not in plant cell? പ്ലാന്റ് സെല്ലിൽ കാണാൻ പറ്റില്ല, പക്ഷെ ആനിമൽ സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സെൽ ഓർഗനൽ ഉണ്ട്. അയാളെയാണ് നമ്മൾ സെൻട്രോസോം എന്ന് വിളിക്കും. ഓപ്ഷൻ ഡി, സെൻട്രോസോം. ബാക്കിയെല്ലാം ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും പൊതുവായിട്ട് കാണാൻ പറ്റും. അടുത്ത ചോദ്യം, സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സൈറ്റോപ്ലാസം ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ എ, സൈറ്റോപ്ലാസം ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ ഇൻസൈഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് മെനി സെൽ ഓർഗനൽ. സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് സെൽ ഓർഗനൽ ഉണ്ട്. ഇൻ പ്ലാന്റ് സെൽ, സൈറ്റോപ്ലാസം ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാന്റ് സെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പുറത്തൊരു സെൽ വാൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മെംബ്രെയിൻ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ ഉള്ളത്.
ഇവിടെയല്ല എന്ത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കല്ല സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയ്ക്കാണ് സൈറ്റോപ്ലാസം. ഓപ്ഷൻ സി തെറ്റാണ് അല്ലേ. സൈറ്റോപ്ലാസം ഈസ് പ്രസന്റ് ഇൻ ബോത്ത് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് സെൽ. തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ത്രൂ വിച്ച് മെത്തേഡ് ഓഫ് സെൽ ഡിവിഷൻ ആർ ദ ഡിപ്ലോയിഡ് ക്രോമസോം ഡിവൈഡഡ് ഇൻറ്റു ഹാപ്ലോയിഡ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ 2 കോപ്പി 2n എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഡിപ്ലോയിഡ് ഇത് നേരെ പകുതിയായാൽ n ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. 2n ഡിപ്ലോയിഡ്, n എന്ന് പറയുന്ന ഹാപ്ലോയിഡ്. ഇപ്പൊ 2n എന്ന് പറയുന്ന കോശം n ആയിട്ട് മാറുന്നത് ഏത് കോശ വിഭജനത്തിലൂടെയാണ്? നമുക്ക് 2 തരത്തിലുള്ള കോശ വിഭജനമുണ്ട്, മൈറ്റോസിസും മിയോസിസും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറയാം. മൈറ്റോസിസിലാണെങ്കിൽ 2n എന്ന് പറയുന്ന ഒരു കോശം ഡിവൈഡ് ചെയ്ത് 2 കോശങ്ങളായിട്ട് മാറും. രണ്ടിനും എന്ത് തന്നെയായിരിക്കും? 2n തന്നെയായിരിക്കും. അപ്പൊ ഡിപ്ലോയിഡ് എന്നുള്ളത് പുതുതായിട്ട് കോശമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെയും തന്നെയായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. പക്ഷേ മിയോസിസ് എന്ന് പറയുന്ന കോശ വിഭജനത്തിൽ 2n എന്ന് പറയുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കോശം ഡിവൈഡ് ചെയ്താൽ നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത് n, അത് പകുതിയായി പോകും, ഹാപ്ലോയിഡ് ആയിട്ട് മാറും. സോ ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത് എവിടെയാണ്? മിയോസിസിലാണ്. ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത് മിയോസിസിലാണ്. നമ്മളിവിടെ NCERT ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെൻ എ സെൽ ഡിവൈഡ്സ് ബൈ മിയോസിസ് ഇറ്റ് പ്രൊഡ്യൂസസ് 4 ന്യൂ സെൽ. പുതിയ 4 സെല്ലുകൾ ഉണ്ടാവും. 2 വരെ 4 സെല്ലുകളാണ് ഉണ്ടാവും. മൈറ്റോസിസിൽ ജസ്റ്റ് 2 ഉള്ളൂ. മിയോസിസിൽ 4 സെല്ലുകൾ ഉണ്ടാവും. ഈ 4 സെല്ലുകളിലും ഹാഫ് നമ്പറേ ഉണ്ടാവുള്ളൂ. ഹാഫ് നമ്പർ n ആയിട്ട് മാറും, ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്ന ഇതിലാണ്, മിയോസിസിലാണ്. ഓപ്ഷൻ എ മിയോസിസ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് സെൽ ടൈപ്പ് ആൻഡ് ഷേപ്പ്. സെല്ലിന്റെ ഷേപ്പും ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? മസിൽ സെൽ ഈസ് സ്പിൻഡിൽ ഷേപ്പ്. മസിൽ സെല്ലിന്റെ ഷേപ്പ് സ്പിൻഡിലാണ്. നെർവ് സെൽ ഈസ് ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ്. വൈറ്റ് ബ്ലഡ് സെൽ ഹാസ് എ റൗണ്ട് ആൻഡ് ഫിക്സഡ് ഷേപ്പ്. RBC ഈസ് ഡിസ്ക് ഷേപ്ഡ് വിത്ത് സെൻട്രൽ ഡിപ്രഷൻ. നമ്മൾ NCERT ഈ സെല്ലിന്റെ ഷേപ്പുകളെ, സെല്ലിന്റെ പല പല ഷേപ്പുകളുണ്ട്, സെല്ലിന്റെ ഷേപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. RBC എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെല്ലുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ബൈകോൺകേവ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പാണ്. പോപ്പിൻസ് മുട്ടായി പോലെയാണ്. WBCക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് പറയുന്നത് അമീബോയിഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അമീബോയിഡ് ഷേപ്പാണ് WBCക്ക് ഉള്ളത്. ഓക്കെ, ഇനി നെർവ് സെൽ എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള സെല്ലാണ്. നമ്മുടെ മസിൽ സെൽ എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പ്ഡ്, ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇതിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയാം. ഇതാണ് മസിൽ സെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റ് ബ്ലഡ് സെല്ലിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല, റൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിന് ഏത് ഷേപ്പ് വേണമെങ്കിലും ഫോം ചെയ്യാൻ പറ്റും, ഒരു അമീബയെ പോലെ. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്ന് പറയുന്നത്? സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽ ഹാസ് എ റൗണ്ട് ഫിക്സഡ് ഷേപ്പ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോറി, അടുത്ത സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഗോൾഗി ബോഡി ഇൻ എ പ്ലാന്റ് സെൽ. പിന്നെയും ഗോൾഗി ബോഡി നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഒരു ചോദ്യമായിട്ട്. ഇപ്പൊ ഗോൾഗി ബോഡിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സെൽ. തെറ്റാണ് അല്ലെ. സപ്പോർട്ടിങ് ദ ഫോർമേഷൻ ഓഫ് ലൈസോസോം. കറക്റ്റ് ആണ്, ലൈസോസോമിന്റെ ഫോർമേഷന് സഹായിക്കും. മെയിൻറ്റെയിനിങ് ഷേപ്പ് ഓഫ് ദ സെൽ അല്ല. ഹെൽപ്പ് ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഗോൾഗി ബോഡിയുടെ എല്ലാ ഫങ്ഷൻസും നമ്മൾ ചർച്ച ചെയ്തു. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ എ, ഈച്ച് സെൽ ഓർഗനൽ പെർഫോംസ് എ സ്പെഷ്യൽ ഫങ്ഷൻ. ശരിയാണ്. They are found in prokaryotic cell. They are found in eukaryotic cell. They are membrane bound. ഈ സെൽ ഓർഗനൽ എന്ന് പറയുമ്പോൾ അവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ വരുന്നുണ്ട്, ഗോൾഗി കോംപ്ലക്സ് വരുന്നുണ്ട്, ലൈസോസോം വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൽ ഓർഗനൽസ്, NCERT പറയുന്ന ഒരു വാചകമാണ്, സെൽ ഓർഗനൽസ് ആർ എൻക്ലോസ്ഡ് ബൈ മെംബ്രെയിൻ. സെൽ ഓർഗനൽ എന്ന് പറയുമ്പോൾ അവിടെ മെംബ്രെയിനുകളുണ്ട്. പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഓർഗാനിസങ്ങളാണ്. ബാക്ടീരിയ പോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ്. പ്രോകാരിയോട്ടുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തില്ല,
നമ്മൾ മനുഷ്യന്മാരെ പോലെ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രോകാരിയോട്ടുകളിലില്ല. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസിനെയും നമുക്കവിടെ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമോ വാക്യൂളോ ഗോൾഗി കോംപ്ലക്സോ ഒന്നും ഇവിടെ ഇല്ല, പ്രോകാരിയോട്ടുകളിലില്ല. സോ സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഇൻകറക്റ്റ് ഏതാണ്? സെൽ ഓർഗനൽസ് എവിടെയില്ല? ഓപ്ഷൻ ബി, പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് കോശങ്ങളിൽ കാണുന്ന മെംബ്രെയിൻ ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ പറഞ്ഞ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ സ്ട്രക്ചർ എ അറ്റാച്ച്ഡ് ടു ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു ചിത്രം ചോദ്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ മേലെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു ചിത്രം NCERT കൊടുത്തിട്ടുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ചെറിയ 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 സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും, ഒരു കല്ല് പോലെയുള്ള സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ റൈബോസോം എന്ന് വിളിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഇയാളുടെ പേര് റഫ് എൻഡോപ്ലാസ്മിക് എന്നായത്. ഈ റൈബോസോമിന്റെ ജോലി എന്താ? പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറയുന്നതാണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. സോ what is the function? Manufacturing of proteins എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഓക്കെ, which of the following cell organelle do not have their own DNA? സ്വന്തമായിട്ട് DNA ഇല്ലാത്തത് ആരാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സ്വതവേ DNA കാണുന്നത്. മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിഡുകൾക്കും സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ട്. എന്നാൽ ലൈസോസോമുകൾക്ക് എന്തില്ല? സ്വന്തമായിട്ട് ഒരു DNA ഇല്ല. ഓപ്ഷൻ എ. ഇപ്പൊ സ്വന്തമായിട്ട് DNA ഉള്ള 3 ഓർഗനൽസ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഹെൽപ്പ് ഇൻ സെല്ലുലാർ റീപ്രൊഡക്ഷൻ? സെല്ലുകളുടെ വിഭജനത്തിന് അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നതിന് സഹായിക്കുന്ന കോശാംഗം എന്താണ്? നമ്മുടെ ജനിതക വസ്തു അടങ്ങിയിട്ടുള്ള കോശാംഗമാണ്. ജനിതക വസ്തു ഏതിലാണുള്ളത്? ന്യൂക്ലിയസിലാണുള്ളത്. ഓപ്ഷൻ സി, സെല്ലുലാർ റീപ്രൊഡക്ഷൻ. കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് പറയുന്നുണ്ട്. ദ ന്യൂക്ലിയസ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ സെല്ലുലാർ റീപ്രൊഡക്ഷൻ. ടെക്സ്റ്റിന്റെ ഭാഗമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസ് ആണ് സെല്ലുലാർ റീപ്രൊഡക്ഷന് കൃത്യമായിട്ടുള്ള സെൻട്രൽ റോള് കൊടുക്കുന്നത്. ഓക്കെ, സെൻട്രൽ റോൾ ന്യൂക്ലിയസ്. അടുത്ത ചോദ്യം. ഇൻ മൈറ്റോസിസ് ഹൗ ഡു ക്രോമസോം ഇൻ ഡോട്ടർ സെൽസ് കമ്പയർ വിത്ത് ദോസ് ഇൻ പാരന്റ് സെൽ? അപ്പൊ മൈറ്റോസിസ് എന്നുള്ള കോശ വിഭജനം ഞാൻ പറഞ്ഞു. 2n ഡിപ്ലോയിഡ് എന്നുള്ള കോശം ഡിപ്ലോയിഡ് ആയിട്ട് തന്നെ മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈറ്റോസിസ് എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡോട്ടർ സെൽസ് ഹാവ് ദ സെയിം നമ്പർ, ശരിയല്ലേ? സെയിം നമ്പർ ഓഫ് ക്രോമസോം ഓഫ് പാരന്റ്. ഇയാളാണ് പാരന്റ്. ഇവരാണ് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള ഡോട്ടർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ പാരന്റിന് എത്ര ഉണ്ടോ അതേപോലെ തന്നെയാണ് ഡോട്ടേഴ്സിനും വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ തന്നെയാണ് ശരി. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കുള്ള ആവശ്യമില്ല. ഡോട്ടർ സെൽസ് ഹാവ് ദ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആസ് ദ പാരന്റ് സെൽ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഹാഫ് ആവുന്നത് ഏതിലാണ്? മിയോസിസിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ദ ഡോട്ടർ സെൽ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ക്രോമസോം ആസ് മദർ സെൽ. 2 പുതിയ കോശങ്ങൾ ഉണ്ടായാൽ പാരന്റിന്റെ അതേ ക്രോമസോം നമ്പർ 2n എന്നുള്ളത് 2n എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഏതാണ് വിഭജനം? മൈറ്റോസിസ് എന്ന് പറയുന്ന കോശ വിഭജനം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഈസ് സീൻ ഇൻ എവറി സെൽ? നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ കോശങ്ങളിലും കാണുന്ന 3 പേരാണ്. ഒന്ന് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. 2 എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ്, ന്യൂക്ലിയസ്. 3 എന്താണ്? സൈറ്റോപ്ലാസം. ഒരുവിധം എല്ലാ കോശങ്ങളിലും കാണുന്ന 3 കാര്യങ്ങൾ. അപ്പൊ ഈ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. ഓപ്ഷൻ സിയിലുണ്ട്, അല്ലെ? സെൽ മെംബ്രെയിൻ കോശസ്തരം. പ്ലാസ്മ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ആർ സീൻ ഇൻ മോസ്റ്റ് ഓഫ് ദ സെൽ. അടുത്ത ചോദ്യം. പ്രോകാരിയോട്ടിക് സെൽ ഡിഫർ ഫ്രം യൂകാരിയോട്ടിക് സെൽ ഇൻ ഹാവിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? പ്രോകാരിയോട്ടിക് കോശങ്ങൾ യൂകാരിയോട്ടിക് കോശങ്ങളിൽ അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ എന്തില്ല? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽ ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല.
അപ്പോൾ നമ്മുടെ ചോദ്യം പ്രോകാരിയോട്ടിക് കോശങ്ങൾ എങ്ങനെ യൂകാരിയോട്ടിക് കോശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ എന്തില്ല? കൃത്യമായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉള്ള ന്യൂക്ലിയസ് ഇല്ല. അപ്പം മെംബ്രെയിൻ ഉള്ള ന്യൂക്ലിയസ് ഇല്ലാത്തത് ആർക്കാണ്? പ്രോകാരിയോട്ടുകൾക്കാണ്. നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. ഓപ്ഷൻ ബി, ആവരണമില്ലാത്ത ന്യൂക്ലിയസ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇൻ സം ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസത്തിൽ ന്യൂക്ലിയർ റീജിയൻ പുവർലി ഡെവലപ്ഡ് ആണ്, പുവർലി ഡിഫൈൻഡ് ആണ്. ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇതിലാണ്? പ്രോകാരിയോട്ടുകൾക്കാണ്. മെംബ്രെയിൻ ഇല്ലാത്ത ന്യൂക്ലിയസ് പ്രോകാരിയോട്ടുകൾക്കാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഹാവ് സിസ്റ്റർ. ഇപ്പൊ നമ്മൾ കോഡ് പഠിച്ചിരുന്നു അല്ലെ, സിസ്റ്റർ ഗോൾഗി എന്നാണ് പറഞ്ഞത്. സിസ്റ്റർ ഗോൾഗി ഏതാണ്? ഗോൾഗി അപ്പാരറ്റസ്. ഓപ്ഷൻ ബി. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മൈറ്റോകോൺട്രിയയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫോൾഡിങ്സ്, ഉള്ളിൽ ഇന്നർ ഫോൾഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ഒരു ഫോൾഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിസ്റ്റേ എന്നാണ്. ഓക്കെ, ക്രിസ്റ്റയും സിസ്റ്ററിനെയും മാറിപ്പോരുത്. ഗോൾഗിയിൽ സിസ്റ്റർ അല്ലെങ്കിൽ സിസ്റ്ററിനെ, ഇവിടെ എന്താണ്? ക്രിസ്റ്റേ ആണ് മൈറ്റോകോൺട്രിയൽ ഉള്ളത്. മൈറ്റോകോൺട്രിയയിലെ മടക്കുകളെ നമ്മൾ ക്രിസ്റ്റേ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ, NCERT എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിസ്റ്ററിനെ ഗോൾഗി അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് ഈസ് എ ഡാർക്ക് സ്പെറിക്കൽ സ്ട്രക്ചർ ഇൻ ദ സെൽ സറൗണ്ടഡ് ബൈ ഡാഷ് മെംബ്രെയിൻ വിത്ത് പോർസ് ഓർ ഫോർ മെറ്റീരിയൽ എക്സ്ചേഞ്ച്. NCERTയിലെ നേരെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ NCERT സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ദ ന്യൂക്ലിയസ് ഹാസ് ഡബിൾ ലെയർഡ് കവറിംഗ്. 2 മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്, കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് പോർസ്. ന്യൂക്ലിയർ മെംബ്രെയിന് സുഷിരങ്ങളുണ്ട്, വിച്ച് അലൗസ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ടു ഇറ്റ്സ് ഔട്ട്സൈഡ് ടു ദ സൈറ്റോപ്ലാസം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത്? ദ ന്യൂക്ലിയസ് ഈസ് എ ഡാർക്ക് സ്പെറിക്കൽ സ്ട്രക്ചർ ഇൻ ദ സെൽ സറൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെ. സറൗണ്ടഡ് ബൈ എ ഡബിൾ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് 2 ലെയർ പ്രൊട്ടക്ഷൻ ഉള്ള മെംബ്രെയിൻ ആണ്. 2 ലെയർഡ് മെംബ്രെയിൻ, ഡബിൾ മെംബ്രെയിൻ വിത്ത് പോർസ് ഫോർ മെറ്റീരിയൽ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ എ യൂകാരിയോട്ടിക് സെൽ ഒബ്സർവ്ഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ദ 3 മെയിൻ കമ്പോണൻസ്. പിന്നെയും ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് പ്ലാസ്മ, രണ്ടാമത്തത് ന്യൂക്ലിയസ്, മൂന്നാമത്തത് സൈറ്റോപ്ലാസം. ഒരുവിധ എല്ലാ കോശങ്ങളും കാണുന്ന 3 ഘടകങ്ങൾ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, സ്മൂത്ത് എന്നും റഫ് എന്നും. സ്മൂത്തിന്റെ ജോലി എന്താ? ലിപ്പിഡ് സിന്തസിസ്. ഓപ്ഷൻ എ, ലിപ്പിഡ് സിന്തസിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലാത്തത് എന്താണ്? ന്യൂക്ലിയസ് കണ്ടെയ്ൻ ക്രോമസോം. തീർച്ചയായിട്ടും ഈ ക്രോമസോം ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ജനിതക വസ്തു ന്യൂക്ലിയസിലാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? ശരിയാണ്. ന്യൂക്ലിയസിലാണ് ക്രോമസോം ഉള്ളത്. ന്യൂക്ലിയസിൽ ക്രോമസോം കാണും. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് എ ഡബിൾ ലെയർഡ് സ്ട്രക്ചർ. 2 ലെയർ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്, ഡബിൾ ലെയർഡ് ആണ്. ശരിയാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് നോൺ പോറസ്. അവിടെയാണ് തെറ്റ്. പോറസ് ആണ്, സുഷിരങ്ങളാൽ നിറഞ്ഞതാണ്. സുഷിരങ്ങളുണ്ട്, കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറമേ നിന്ന് ഉള്ളിലേക്കും വസ്തുക്കൾ വരണം. അങ്ങനെ വേണമെങ്കിൽ സുഷിരങ്ങൾ വേണം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ന്യൂക്ലിയസ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ സെല്ലുലാർ റീപ്രൊഡക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള, നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെൽ സൈസ് ഈസ് കറക്റ്റ്? സെൽ സൈസ് ഈസ് ഓൾവേസ് ലാർജ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ബഹുകോശ ജീവികൾക്ക് സെൽ സൈസ് എപ്പോഴും വലുതായിരിക്കും. ഓൾ സെൽസ് ആർ ദ സെയിം സൈസ് ഇൻ ഓൾ ഓർഗാനിസം. സെൽ സൈസ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫംഗ്ഷൻ, നോട്ട് ദ സൈസ് ഓഫ് ദ ഓർഗാനിസം. സെൽ സൈസ് ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, NCERT കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. NCERT പറയുന്ന കാര്യമാണ്, സെൽ സൈസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? അതിൻ്റെ ഫംഗ്ഷനുമായിട്ട്. ഉദാഹരണത്തിന് നെർവ് സെൽ എന്ന് പറയുന്നത്, നാഡീകോശത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് സിഗ്നൽസിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ള വയറ് പോലെ. അപ്പൊ നീണ്ടിരിക്കുന്നതായിരിക്കണം.
അതേസമയം RBCകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൗണ്ട് ആയിട്ടുള്ള ഡിസ്ക് ഷേപ്പ് ആയിരിക്കണം, കാരണം ഇവിടെ ഓക്സിജനെ ക്യാരി ചെയ്യണം. അപ്പോൾ എന്താണോ അതിൻ്റെ ജോലി അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി. സെൽ സൈസ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫംഗ്ഷൻ, നോട്ട് ദ സൈസ് ഓഫ് ദ ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ സൈസിനെ അല്ല, അതിന്റെ ജോലി, കോശത്തിന്റെ ജോലിക്ക് ഡിപ്പെൻഡന്റ് ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ചേഞ്ച് ഷേപ്പ് ബൈ ചേഞ്ചിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദം? ആ കോശത്തിലെ വെള്ളത്തിന്റെ എമൗണ്ട് മാറ്റുന്നതിലൂടെ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന കോശം ഇതിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NCERT-യിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വെൻ എ ലിവിങ് പ്ലാന്റ് സെൽ ലോസസ് വാട്ടർ ത്രൂ ഓസ്മോസിസ്, there is a shrinkage or contraction of the contents of the cell away from the plant cell wall. സസ്യകോശം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുറമെ സെൽ വാളാണുള്ളത്, അതിൻ്റെ ഉള്ളിലാണ് സെൽ മെംബ്രെയിൻ എന്നുള്ളത്. അപ്പോൾ ഒരു സെൽ മെംബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് സെൽ വാളിൽ നിന്ന് ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോകും. സെല്ലിൽ നിന്ന് വെള്ളം പുറമേക്ക് പോയി കഴിഞ്ഞാൽ സെൽവാളിൽ നിന്ന് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോകും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ പ്ലാസ്മോലിസിസ് എന്ന് പറയുന്നത്. പ്ലാസ്മോലിസിസ്. അപ്പൊ പ്ലാസ്മോലിസിസ് കാരണം സെല്ലിന്റെ ഷേപ്പ് മാറുന്ന ഇതിലാണ്, സസ്യകോശങ്ങളിലാണ്, പ്ലാന്റ് സെല്ലിലാണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, പ്ലാന്റ് സെൽ. ഓപ്ഷൻ ഡി, പ്ലാന്റ് സെല്ലിലാണ് ഷേപ്പ് മാറുന്നത്, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ മാറ്റം കാരണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് പ്രസന്റ് അറ്റ് ദ സർഫസ് ഓഫ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ആ പേര് വരാൻ കാരണം എന്താണ്? അതിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചത് കൊണ്ടാണ്. ഓപ്ഷൻ എ, റൈബോസോം. അടുത്ത ചോദ്യം, മൈറ്റോകോൺട്രിയ ആർ സ്പെഷ്യൽ ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം. വാട്ട് ക്യാൻ ദേ ഡു ഓൺ ദ ബേസിസ്? സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉണ്ട് അല്ലെ. അപ്പൊ റൈബോസോം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പ്രോട്ടീൻ്റെ ഉൽപ്പാദനം ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. So they can make their own protein, അല്ലെ, their own protein. ഓപ്ഷൻ എ. NCERT സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പ്ലാസ്റ്റിഡ്സ് ആർ ഈസിലി ഒബ്സർവ്ഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. നമുക്കൊരു മൈക്രോസ്കോപ്പിൽ പ്ലാസ്റ്റിഡിനെ എളുപ്പം കാണാൻ പറ്റും. കാര്യം എന്താ? പെട്ടെന്ന് എളുപ്പത്തിൽ കാണണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ വലിപ്പം കൂടുതലായിരിക്കും. ആ ലോജിക്ക് വെച്ച് തന്നെ ആൻസർ ചെയ്യാം. ദേ ആർ ലാർജ് ആൻഡ് കണ്ടെയ്ൻ പിഗ്മെന്റ്സ്. കളർ തരുന്ന പിഗ്മെന്റുകളും അതിലുണ്ട്. അപ്പൊ കളർ നാച്ചുറലി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഇനി സംശയം ഉണ്ടെങ്കിൽ NCERT സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽ. They are easily observed under the microscope as they are large. വലിപ്പം കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. They are large. NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നിന്നാണ് എക്സാമിനർ ചോദ്യം സെറ്റ് ചെയ്യുന്നത്. If a cell lacks a functional Golgi complex, ഒരു കോശത്തിന് ഗോൾഗി കോംപ്ലക്സ് ഇല്ലെങ്കിൽ it would mainly fail in. ഗോൾഗി കോംപ്ലക്സിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? പാക്കേജിങ്, അല്ലെ. പാക്കേജിങ് ആൻഡ് സെക്രീഷൻ. പാക്കേജിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഗോൾഗി കോംപ്ലക്സ് ഇല്ലെങ്കിൽ അതെന്തിൽ തോറ്റുപോകും? പാക്കേജിങ് ആൻഡ് സെക്രീഷൻ എന്നുള്ള ജോലി ചെയ്യാൻ പറ്റാണ്ടാവും. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലൈസോസോം ഈസ് കറക്റ്റ്? ലൈസോസോമിനെ പറ്റി അല്ലെങ്കിൽ ലൈസോസോമുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലൈസോസോമുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈസോസോമിനെ പറ്റി കുറേ കാര്യങ്ങൾ NCERT പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കാം. ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് സാക്സ് ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് എന്നാണ് പറയുന്നത്. ലൈസോസോമുകൾ എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് സാക്ക് ആണ്, ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈം. ലൈസോസോമിന്റെ ഉള്ളിൽ എന്തുണ്ട്? പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകളുണ്ട്. ദീസ് എൻസൈംസ് ആർ മെയ്ഡ് ബൈ RER. ഈ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ടാക്കുന്ന ആരാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചില എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈമിനെ പാക്ക് ചെയ്യുന്ന ആരാണ്? ഗോൾഗി കോംപ്ലക്സ് പാക്ക് ചെയ്യും. അങ്ങനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാക്കുന്ന എൻസൈമിനെ ഗോൾഗി കോംപ്ലക്സ് പാക്ക് ചെയ്ത് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ലൈസോസോമായിട്ട് മാറും. അപ്പൊ ലൈസോസോമിന്റെ അമ്മയും അച്ഛനുമായിട്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഗോൾഗി കോംപ്ലക്സിനെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ലൈസോസോം ആർ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ. വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. ഡൈജസ്റ്റിംഗ് എനി ഫോറിൻ മെറ്റീരിയൽ ഓർ വോൺ ഔട്ട് സെൽ ഓർഗനൽ. പുറത്തുനിന്ന് വസ്തുക്കൾ വന്നാലോ അല്ലെങ്കിൽ സെല്ലിന്റെ ചില ഭാഗങ്ങൾ മോശമായി പോയാൽ അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആരാണ്? പറഞ്ഞാൽ ലൈസോസോം ആണ്. ഓക്കെ, then they contain powerful digestive enzyme. ഇതിന്റെ ഉള്ളിലായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട് എന്നാണ് പറയുന്നത്. ഡൈജസ്റ്റീവ് എൻസൈം ഉള്ളത് ആരിലാണ്? ലൈസോസോമിലാണ്. ഡൈജസ്റ്റീവ് എൻസൈം
ലൈസോസോം കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈം, ഓപ്ഷൻ ബി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. മൂവ്മെന്റ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓക്സിജൻ അക്രോസ് ദ സെൽ മെംബ്രെയിൻ ഒക്കേഴ്സ് ബൈ ഡാഷ് ഫ്രം ഡാഷ് കോൺസെൻട്രേഷൻ ടു ഡാഷ് കോൺസെൻട്രേഷൻ. NCERT പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഇവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒരു സെല്ലിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്? പുറമെ ഒരു സെല്ലിന്റെ പുറമെ ഓക്സിജൻ കൂടുതലാണെങ്കിൽ, ഓക്സിജൻ ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ ആണ്, സെല്ലിന്റെ ഉള്ളിൽ എന്താണ്? ലോവർ ആണ്. അങ്ങനെയാണെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഓക്സിജൻ മൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ഗ്യാസുകളുടെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ഗ്യാസസ് occurs by diffusion from high concentration to low concentration. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, ഡിഫ്യൂഷൻ ഹൈ ലോ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫ്രം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയും മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? പ്രസൻസ് ഓഫ് റൈബോസോം, അല്ലെ? റൈബോസോമിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് രണ്ടും വ്യത്യസ്തമായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം. ഗോൾഗി അപ്പാരറ്റസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ? അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോശത്തിലെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഗോൾഗി കോംപ്ലക്സ് ഉള്ളത്? ഞാൻ ഈ വൈഫൈ സിമ്പൽ പോലെ വരയ്ക്കുന്ന ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇത് എന്തിന്റെ തൊട്ട് താഴെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ. അപ്പൊ ഡയറക്റ്റ് ഒരു ലിങ്ക് വരുന്ന ആരുമായിട്ടാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട്. ഓപ്ഷൻ ബി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, NCERT സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്. ഗോൾഗി അപ്പാരറ്റസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ? ഇതാ ഇവിടെ പറയുന്ന കാര്യം നോക്കിക്കേ. ദീസ് മെംബ്രെയിൻസ് ഹാവ് ഓഫൺ കണക്ഷൻ വിത്ത് മെംബ്രെയിൻസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ER. ഓപ്ഷൻ ബി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് നമ്മുടെ ഉത്തരം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലൈസോസം? ലൈസോസോമിനെ പറ്റി പിന്നെയും ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ടു ഡൈജസ്റ്റ് ഫോറിൻ മെറ്റീരിയൽ. കാരണം ഡൈജസ്റ്റീവ് എൻസൈമുകളുണ്ട്. ഡൈജസ്റ്റ് എന്നുള്ള വാക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ലൈസോസോമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓപ്ഷൻ എ. ഇൻ യൂക്കാരിയോട്ടിക് സെൽ ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ സ്മൂത്തിന് രണ്ട് ജോലിയാണ്. ഒന്ന് ലിപ്പിഡ് സിന്തസിസ് ആണ്, രണ്ടാമത്തെ എന്താണ്? ഡീടോക്സിഫിക്കേഷൻ. വിഷവസ്തുക്കളെ നിർവീര്യമാക്കുക. ഡീടോക്സിഫിക്കേഷൻ, രണ്ട് ജോലി. ലിപ്പിഡ് സിന്തസിസ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ ഓർഗനൽ പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ്? പിന്നെയും പാക്കേജിംഗ് കണ്ടോ? സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, പാക്കേജിംഗ് ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് സെൽ വാൾ ഇൻ എൻ ഓർഗാനിസം? സെൽ വാൾ എന്ന് പറയുന്നത് ഏറ്റവും പുറമെയാണ്, അല്ലെ? അതിന്റെ തൊട്ടുള്ളിലായിട്ടാണ് എന്തുള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉള്ളത്. മെംബ്രെയിന്റെ പുറമെ ആയിട്ടാണ് എന്തുള്ളത്? സെൽ വാൾ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതും ആനിമൽ സെല്ലിൽ എന്തില്ല? ആനിമൽ സെല്ലിൽ സെൽ വാൾ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എയും സിയും ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത ഔട്ട്സൈഡ് ആണ്. ജസ്റ്റ് ഔട്ട്സൈഡ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ എ പ്ലാന്റ് സെൽ. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് സെൽ വാൾ, പ്ലാന്റ് സെൽ ഇൻ അഡീഷൻ ടു പ്ലാസ്മ മെംബ്രെയിൻ ഹാവ് അനദർ റിജിഡ് ഔട്ടർ കവറിംഗ് കോൾഡ് സെൽ വാൾ. ആ സെൽ വാൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നും NCERT കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, സെൽ വാൾ. അടുത്ത ചോദ്യം. ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? പിന്നെയും അതേ ടൈപ്പ് ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ ബി, റൈബോസോം. റൈബോസോം ഉള്ളത് കൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ റഫ് എന്ന് വിളിക്കുന്നത്, അല്ലെ? വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലൈസോസോം? ഡൈജഷൻ എന്നുള്ള വാക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു, അല്ലെ? ഡൈജഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ് ആൻഡ് വോൺ ഔട്ട് ഓർഗനൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹാസ് റൈബോസോം. ശരിയാണ്. വിച്ച് ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ശരിയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്റ്റോഴ്സ് ജനറ്റിക് മെറ്റീരിയൽ. തെറ്റാണ്. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ DNA. സ്വന്തമായിട്ട് DNA ഒന്നും ആർക്കില്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനില്ല. The endoplasmic reticulum helps in the transport of material within the cell, especially between cytoplasm and nucleus. ശരിയാണ്.
സൈറ്റോപ്ലാസത്തിന്റെയും ന്യൂക്ലിയസിന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ചാനലായിട്ട് ആക്ട് ചെയ്യും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്. ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ. Due to the presence of which particle does rough endoplasmic reticulum look rough under a microscope? റൈബോസോം പറ്റിപ്പിടിച്ചുകൊണ്ടാണ് അല്ലെ? ഓപ്ഷൻ സി, റൈബോസോം. അടുത്ത ചോദ്യം. Who described the nucleus as a cell organelle in 1831? 1831 ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ നോക്കാം. റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെല്ലിനെ കണ്ടുപിടിച്ചത്. സെൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. 1665 റോബർട്ട് ഹുക്ക് സെല്ലിനെ കണ്ടുപിടിച്ചു. ഓക്കെ. ഈ സെൽ എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്ത സെല്ലായിരുന്നു, ഡെഡ് സെല്ലായിരുന്നു. അപ്പൊ ലിവിങ് സെല്ലിനെ, ജീവനുള്ള കോശത്തെ കണ്ടുപിടിച്ച ആരാണ്? 1674 ലീവാൻ ഹുക്കാണ്. ലിവിങ് സെൽ ലീവാൻ ഹുക്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ലീ കണക്ഷൻ. ലിവിങ് സെൽ ലീവാൻ ഹുക്ക് ഇൻ 1674. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ 1831 കണ്ടുപിടിച്ചു. റോബർട്ട് ബ്രൗൺ ആണ് 1831 ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത്. കൂടാതെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പർക്കിൻജെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1839 പ്രോട്ടോപ്ലാസം എന്നുള്ള ടേം ഉണ്ടാക്കിയത്. പർക്കിൻജെ 39 പ്രോട്ടോപ്ലാസം. ഇനി സെൽ തിയറി കൊണ്ടുവന്നത് ഷ്ലീഡൻ അതുപോലെ തന്നെ ഷ്വാൻ എന്നിവർ ചേർന്നിട്ടാണ്. ഷ്ലീഡൻ 38 ഷ്വാൻ 39 സെൽ തിയറിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ റുഡോൾഫ് വിർഷോ എന്നുള്ള സയന്റിസ്റ്റ് 55 പറഞ്ഞു പുതിയ സെല്ലുകൾ പഴയ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പുതിയ സെല്ലുകൾ പഴയ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടി NCERT പറയുന്നുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തം നടക്കുന്നത് 1940 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. കോശത്തിലെ ഏറ്റവും ചെറിയ ഭാഗങ്ങളെ പോലും സൂം ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ 1831 ന്യൂക്ലിയസ് ഒരു സെൽ ഓർഗനിലായിട്ട് കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചർ ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം ഓഫ് യൂക്കാരിയോട്ടിക് സെൽ കോൾഡ്? നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിന് റെറ്റിക്കുലം എന്നുള്ളൊരു പേര് നമ്മൾ പറയും. റെറ്റിക്കുലം. അപ്പൊ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെറ്റ്വർക്ക് പോലെയുള്ള ട്യൂബുലാർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന. ഓപ്ഷൻ ഡി. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ടഡ് ട്യൂബ്സ് ആൻഡ് ഷീറ്റ്. ഇറ്റ് ലുക്സ് ലൈക്ക് ലോങ് ട്യൂബ്യൂൾസ് ഓർ റൗണ്ട് വെസിക്കിൾസ്. ഓക്കെ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് നമ്മുടെ ഉത്തരം. പ്ലാസ്റ്റിഡ്സ് ആർ ആബ്സെന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ? ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിഡ് എന്തിലേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിലേ ഉള്ളൂ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. പ്ലാസ്റ്റിഡ് ഓൾവേസ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെൽ. അപ്പൊ ലീഫിലുണ്ടാവും, റൂട്ടിലുണ്ടാവും, സ്റ്റെമ്മിലുണ്ടാവും. പക്ഷെ നമ്മുടെ ഹ്യൂമൻ സെല്ലിലില്ല. ആനിമൽ സെല്ലാണ് മസിൽ സെൽ എന്ന് പറയുന്നത്, അതിലില്ല. അപ്പൊ ഓപ്ഷൻ എ പ്ലാസ്റ്റിഡ് എന്തിലില്ല? മസിൽ സെല്ലിലില്ല. അടുത്ത ചോദ്യം. വൈ ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്. പക്ഷെ എല്ലാ വസ്തുക്കളെയും സ്വതന്ത്രമായിട്ട് ഈ സെൽ മെംബ്രെയിൻ കടത്തിവിടില്ല. ഇതൊരു സെക്യൂരിറ്റി പണി ചെയ്യുന്നുണ്ട്. അയാൾ സെലക്റ്റീവായിട്ട് മാത്രമേ വസ്തുക്കളെ കടത്തിവിടുള്ളൂ. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ചില വസ്തുക്കൾ മാത്രം. ഇപ്പൊ എന്താണ് ഓപ്ഷൻ? ഇറ്റ് അലൗസ് ഓൺലി സർട്ടൻ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ വൈൽ റെസ്ട്രിക്റ്റിംഗ് അതേഴ്സ്. എല്ലാവരെയും ഒരുമിച്ച് കടത്തിവില്ല, ചിലരെ ബ്ലോക്ക് ചെയ്യും, സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്യുന്ന പോലെ. അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി, ഇറ്റ് അലൗസ് ഓൺലി സർട്ടൻ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ. ഓക്കെ, ഇറ്റ് അലൗസ് ഓൺലി സർട്ടൻ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. അടുത്ത ചോദ്യം. ദ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. വാട്ടറിന്റെ ഡിഫ്യൂഷൻ. ഓക്കെ, നോക്കിക്കേ, NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ടർ ഓൾസോ ഒബേസ് ലോസ് ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ്. അങ്ങനെയുള്ള വാട്ടറിന്റെ ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ കൂടെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷന്റെ ഒരു കേസ് ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, osmosis. The diffusion of water through a selectively permeable membrane is known as
ഓസ്മോസിസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സെൽ വാൾ? സെൽ വാളിന്റെ ജോലി അല്ലാത്തത് എന്താണ്? സെല്ലിന് ഒരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സെൽ വാളിന്റെ ജോലിയാണ്. പ്രൊട്ടക്ടിങ് സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ്, ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, ചുമരുകൾ പോലെ. ഇതൊരിക്കലും എന്തല്ല, സെൽ വാൾ എന്ന് പറയുന്നത് ജീവനുള്ളതല്ല, ഡെഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് പ്രോട്ടീൻസിനൊന്നും സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. സിന്തസൈസിങ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ആര് ചെയ്യില്ല? സെൽ വാൾ ചെയ്യില്ല. ഓപ്ഷൻ സി, നോട്ട് എ ഫംഗ്ഷൻ. സെൽ ടു സെൽ ഇന്ററാക്ഷനിൽ അത് പങ്കുവഹിക്കുന്നുണ്ട്. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഇയാൾ സഹായിക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സെൽ വാൾ? സെൽ വാളിന്റെ എല്ലാ ഫംഗ്ഷൻസും നമ്മൾ NCERT നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ സെൽ ടു സെൽ ഇന്ററാക്ഷൻ, ഗിവ് പ്രോപ്പർ ഔട്ടർ കവറിങ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഈസ് ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ്? കണ്ടോ, ഡൈജസ്റ്റീവ് എന്ന് കണ്ട ആരോ ഓർമ്മ വരണം? ലൈസോസോം. ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. ഡൈജസ്റ്റിംഗ് എനി ഫോറിൻ മെറ്റീരിയൽ, ഡൈജസ്റ്റീവ് ലൈസോസോം, ഡൈജസ്റ്റീവ് ലൈസോസോം. പ്ലാസ്റ്റിഡ് ഹാവ് ദെയർ ഓൺ, അല്ലെ, നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്, അതുപോലെ തന്നെ റൈബോസോം ഉണ്ട്. മൈറ്റോകോൺട്രിയ പോലെയാണ്. സ്വന്തമായിട്ട് DNA ഉണ്ട്, റൈബോസോം ഉണ്ട്. ഓപ്ഷൻ എ. യെസ്. ഇപ്പോൾ NCERT എക്സ്പ്ലനേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സെല്ലുലാർ ഓർഗനൽസ് ആർ സസ്പെൻഡഡ് ഇൻ എ ജെല്ലി കോൾഡ്. ഈ സെൽ ഓർഗനൽസിനെ ഒരു ജെല്ലി പോലെയുള്ള ദ്രാവകത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം. ഓപ്ഷൻ എ, സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. ഓപ്ഷൻ എ, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസം ഈസ് എ ഫ്ലൂയിഡ് കണ്ടന്റ് ഇൻസൈഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ മെനി സെൽ ഓർഗനൽസ്. സൈറ്റോപ്ലാസം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ? പ്ലാസ്റ്റിഡുകളുടെയും മൈറ്റോകോൺട്രിയയും പൊതുവായിട്ടുള്ള ഫീച്ചർ സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ട് എന്നുള്ളതാണ്. ദേ പൊസസ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം. റൈബോസോമിന്റെ സൈസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 70S ആണ്. ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിലും കാണുന്ന റൈബോസോമിന്റെ സൈസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി കമ്പയർസ് ദ സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ ഇൻ എ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ? ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ ഹാവ് എ സെൽ വാൾ ബട്ട് ഓൺലി പ്ലാന്റ് സെൽ ഹാവ് എ സെൽ മെംബ്രെയിൻ. തെറ്റാണ്. ആനിമൽ സെല്ലിന് എന്തില്ല? സെൽ വാൾ ഇല്ല. പ്ലാന്റ് സെല്ലിലേ ഉള്ളൂ. പ്ലാന്റ് സെൽ have both a rigid cell wall and cell membrane while animal cell only have a flexible cell membrane. ശരിയാണ്. പ്ലാന്റ് സെല്ലിന് സെൽ വാളും ഉണ്ട്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിനും ഉണ്ട്. പക്ഷേ ആനിമൽ സെല്ലിന് എന്തേ ഉള്ളൂ? സെൽ മെംബ്രെയിനേ ഉള്ളൂ. ഇനി ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്. അടുത്ത ചോദ്യം, ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്സ് ഇൻ ദ മാനുഫാക്ചർ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ്സിന്റെ മാനുഫാക്ചറിനെ സഹായിക്കുന്നു. ലിപ്പിഡ്സിന്റെ മാനുഫാക്ചർ. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ജീവൽ പ്രവർത്തനങ്ങളുമായിട്ട് പുതിയ സെല്ലുകളെ ഉണ്ടാക്കാൻ ഒക്കെ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് ലൈഫ് പ്രോസസ്, എല്ലാ കാര്യങ്ങളെയും കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന സെന്റർ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസിനെ കോശത്തിന്റെ ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ബ്രെയിൻ ഓഫ് ദ സെൽ, കോശത്തിന്റെ ബ്രെയിൻ. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് ഹാവ് ഇനഫ് സർഫസ് ഏരിയ ഫോർ ATP? ATP ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ആണ് ATP ഉണ്ടാക്കുന്നത്. മൈറ്റോകോൺട്രിയ, ATP. വിച്ച് സെൽ ഓർഗനൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പാക്കേജിങ്? ഒരുപാട് നമ്മൾ പറഞ്ഞു. പാക്കേജിങ് കണ്ടു കഴിഞ്ഞാൽ ഗോൾഗി അപ്പാരറ്റസ്. ഓപ്ഷൻ ഡി. വൈ ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ? പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷിഫ്റ്റിൽ. അതെന്താണ്? ഇറ്റ് ഓൺലി അലൗസ് സർട്ടൻ സബ്സ്റ്റൻസ് ടു പാസ് ഇൻ ഓർ ഔട്ട്. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. വൈ ക്യാൻ ടൈനി മോളിക്യൂൾസ് ലൈക്ക് ഓക്സിജൻ ഈസിലി പാസ് ത്രൂ സെൽ മെംബ്രെയിൻ ബട്ട് നോട്ട് ബിഗ് വൺസ് ലൈക്ക് സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻ? ഈ സെൽ മെംബ്രെയിനിലൂടെ വളരെ ചെറിയ വസ്തുവായിട്ടുള്ള ഗ്യാസ് ആയിട്ടുള്ള ഓക്സിജനോ കടക്കാം, പക്ഷെ വലിയ വസ്തുക്കളായിട്ടുള്ള അന്നജത്തിനോ പ്രോട്ടീൻസിനോ കടക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? സെൽ എന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സി. പെർമിയബിൾ, കടത്തിവിടുന്നത്. സെലക്റ്റീവ് ആയിട്ട് മാത്രമേ കടത്തിവിടുള്ളൂ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡാഷ് എന്തുണ്ട്? അതിൽ റൈബോസോം ഉണ്ട്, അല്ലെ? റൈബോസോം ഉണ്ട് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. വൈൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസസ് വാട്ട്? ലിപ്പിഡ് കൊഴുപ്പുകളെയാണ്, അല്ലെ? അപ്പൊ റൈബോസോം, ലിപ്പിഡ്. ഓപ്ഷൻ ബി. ഡ്യൂറിങ് ആൻ എക്സ്പെരിമെന്റ് എ സെൽ ഈസ് ഡാമേജ്. ഒരു സെൽ എന്തായി പോയി? ഡാമേജ് ആയി പോയി. ആൻഡ് ഇറ്റ്സ് ലൈസോസോം ബേസ്റ്റ്. ലൈസോസോം പൊട്ടി.
ലൈസോസോം പൊട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം പുറത്തേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സെല്ലിന്റെ ഭാഗത്തൊക്കെ ഈ എൻസൈം പരക്കും. അത് കാരണം സെല്ല് മൊത്തമായിട്ട് നശിച്ചു പോകും. ഓക്കെ, സെൽ വിൽ ഡിസ്ട്രോയ് ഇറ്റ് സെൽഫ് ആൻഡ് ഡൈ. അതുകൊണ്ടാണ് ലൈസോസോമിനെ നമ്മൾ സെല്ലിന്റെ ആത്മഹത്യാ സഞ്ചികൾ, സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ. ഓക്കെ, സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്നുള്ള വിശേഷണം ആർക്കാ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ലൈസോസോമിനാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡുകൾ കൊണ്ടും പ്രോട്ടീനുകൾ കൊണ്ടുമാണ്. ഓർത്തു വെക്കണം, കൊഴുപ്പ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ, കൊഴുപ്പ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് പ്ലാസ്റ്റിഡ് ഇൻ പ്ലാന്റ് സെൽ? ദേ ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. ഇല്ല, ആനിമൽ സെല്ലിൽ എന്തില്ല? പ്ലാസ്റ്റിഡ് ഇല്ല. They are found in prokaryotic cell. Illa, prokaryotic cell like bacteria for photosynthesis. They are present only in plant cell and absent in animal cell. Correct aanalle? They are present only in plant cell and absent in animal cell. They are present only in animal cell. Animal cell il illa, plant cell ile ullu. Option C correct. Which of the following cell organelle releases adenosine triphosphate? ATP kandal option A, mitochondria. ATP, mitochondria. അടുത്ത ചോദ്യം. Which of the following statement is false regarding cell? Cell shape is often related to its function. ശരിയാണ്. All cells are of same size and shape. എല്ലാ സെല്ലുകളും ഒരേ ഷേപ്പും സൈസും അല്ല. പല സെല്ലുകൾക്ക് പല ആവശ്യമനുസരിച്ച് അതിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി തന്നെ. Then, what is the function of the nuclear membrane in a cell? ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ത് ചെയ്യും? ഇറ്റ് റെഗുലേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിന്റെ പുറത്തേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുമുള്ള വസ്തുക്കളുടെ ആ ഒരു ട്രാൻസ്പോർട്ടിന് ഒരു എന്താ പറയുക, സെക്യൂരിറ്റി പോലെ നിൽക്കുന്ന ആരാണ്? ഈ പറഞ്ഞ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഓപ്ഷൻ എ. Then, which of the following statement correctly compares vacuole in plant and animal cell? പ്ലാന്റിൽ വാക്യൂൾ വലുതാണ്, ആനിമലിൽ ചെറുതാണ്. ഓക്കെ, പ്ലാന്റിൽ വലുതാണ്, ആനിമലിൽ ചെറുതാണ്. സോ പ്ലാന്റ് സെൽ ഹാവ് ലാർജ് വാക്യൂൾ, ആനിമൽ സെൽ ഹാവ് സ്മോൾ വൺ. വിച്ച് ഡിസ്ക്രിപ്ഷൻ ബെസ്റ്റ് ഡിഫൈൻ സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് കണ്ടന്റ് ആണ്. പ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഫ്ലൂയിഡ് കണ്ടന്റ് ഇൻസൈഡ് പ്ലാസ്മ മെംബ്രെയിൻ കണ്ടെയ്നിങ് ഓർഗനൽ. സെൽ ഓർഗനൽ എല്ലാം അതിലാണ് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. Which of the following is not present in animal cell? ആനിമൽ സെല്ലിൽ ഇല്ലാത്തത് എന്താണ്? പ്ലാസ്റ്റിഡ് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ആനിമൽ സെല്ലിൽ ഇല്ല. ബാക്കി എല്ലാം ആനിമൽ സെല്ലിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാസ്റ്റിഡിലില്ല. സോറി, chloroplast. The fluid content inside plasma membrane which is also contained specialized cell organs is known as cytoplasm. Cytoplasm. ആവർത്തിച്ച് കൺസെപ്റ്റുകൾ പിന്നെയും ഷിഫ്റ്റുകൾ ചോദിക്കുകയാണ്. In addition to plasma membrane, which of the following outer covering in plant cell? Plasma membrane അല്ലാതെ which of the following outer coverings is present in plant cell? പ്ലാന്റ് സെല്ലിന് സെൽ മെംബ്രെയിന്റെ പുറമെ ഒരു കവറിംഗ് ഉണ്ട്. അതിനെയാണ് കോശഭിത്തി എന്ന് പറയുന്നത് അല്ലെ, സെൽ വാൾ എന്ന് പറയും. ഓപ്ഷൻ സി. വിച്ച് ഓർഗനൽ ഈസ് കോൾഡ് സൂയിസൈഡൽ ബാഗ്? ഡൈജസ്റ്റീവ് എൻസൈം ഉള്ള സൂയിസൈഡൽ ബാഗ് ഏതാണ്? ലൈസോസോം ആണ്. ഓപ്ഷൻ ഡി, ലൈസോസോം. Who first observed the densely stained reticular structures near the nucleus known as Golgi body? Golgi body കണ്ടുപിടിച്ച ആരാണ്? കാമില്ലോ ഗോൾഗി ആണ്. അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി നമ്മൾ ചർച്ച ചെയ്തു. Which cell organelle is responsible for releasing energy in the form of ATP? Mitochondria അല്ലെ. ഓപ്ഷൻ ബി, mitochondria. ATP, mitochondria. Which of the following is a fluid content inside the plasma membrane? Cytoplasm. Option C. Which of the following is not a part of the structural organization of cell? സെല്ലിന്റെ ഭാഗമല്ലാത്തത് എന്താണ്? ഹാർട്ട് എന്ന് പറയുന്ന അവയവമാണ്, സെല്ലിന്റെ ഭാഗമല്ല. ഹാർട്ട് സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചാണ്, പക്ഷെ സെല്ലിന്റെ ഭാഗമായിട്ടൊന്നും ഹാർട്ടിനെ പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബി. സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, സെല്ലുകളൊക്കെ സെല്ലിന്റെ ഭാഗമാണ്. Then, which primary features allows mitochondria to be called powerhouse of the cell? Powerhouse of the cell എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ATP ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ATP, മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് കണക്ട് ചെയ്യുക. ഓക്കെ, സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടുള്ള 2025-26 വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനിയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് സെഷൻസ് വെക്കും. അപ്പോൾ ഈ പറഞ്ഞ
ഈ പറഞ്ഞ സ്ലൈഡ്സിൻ്റെ PDF-ഉം എക്സ്പ്ലനേഷൻ നോട്ട്സ് ആയിട്ടുള്ള NCERT പാരഗ്രാഫും വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഡ് സ്കാൻ ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു.